അപ്പോൾ വീണ്ടും പഴയ ഒരു കഥാപാത്രം പറയാം. സുന്ദരന്മാരും സുന്ദരിയുമായവരും മാത്രം ക്യാമറ ഓൺ ചെയ്യുക, അല്ലാത്തവർ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുക. ബാക്കി തീരുമാനം നിങ്ങൾക്ക് മാത്രം വിട്ടുതരുന്നു. എത്ര പേര് അതുണ്ട് എന്നുള്ളത് അവർ തീരുമാനിച്ചിട്ട് പറഞ്ഞാൽ മതി. ആരാണ്? അതെന്ത് പണിയാണ് സാർ? എന്താ സുന്ദരിമാരും സുന്ദരന്മാരും മാത്രമാണ് ഓണാക്കിയ? അത് മതി, അല്ലാത്തവർ ഓണാക്കണ്ട. എന്തിനപ്പ അവരിപ്പൊ കാണുന്നത്? അതല്ലാത്തവര് ആർക്കാ കാണാൻ താല്പര്യം? എല്ലാവരും സുന്ദരി സുന്ദരന്മാരാ. എല്ലാവരും സുന്ദരി സുന്ദരന്മാരാണ് സാർ. അതെ ആണല്ലോ. അപ്പൊ ആണെങ്കിൽ ഓണാക്കാമല്ലോ. പിന്നെ എല്ലാവരും ഓണാക്കാന്ന് പറയുന്നതിനേക്കാളും നല്ലത് എനിക്കത് പറയുന്നല്ലേ. ഏറ്റവും വലിയ സുന്ദരി ഞാനാന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതാരാ ഈ ശബ്ദം? ഒരു മിനിറ്റ് എല്ലാവരും സൈലന്റ് ആവണേ. അല്ല, കുറെ നാളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്, അതുകൊണ്ട് ഞാൻ ഇന്നൊന്ന് വന്നതാ, ക്ഷമിക്കണം. ഇതാര്? എന്റത് ഇത് എവിടെയാണ്? ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ എവിടെ പോവാനാ? ഞാൻ കരുതി ഒമാനിൽ നിങ്ങൾ പോയി വിട്ടുന്ന്. അല്ല, ഞാൻ അങ്ങനെയൊക്കെ ആലോചിക്കണോന്ന് വെച്ചാൽ ഒമാൻകാർ എന്നെ വിടൂല. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് സ്ഥിരം. 35 വർഷമാകുന്നുണ്ട് ഇവിടെ. പക്ഷെ നിങ്ങൾ ആലോചിക്കുന്നത് മാഡത്തിനെ കാണുന്നില്ലല്ലോ ഒന്നും. അതെ, കുറെ ദിവസമായി. എന്റെ കാര്യല്ലേ? തീർച്ചയായും മാം കൊറേ നാളായി ഇടയ്ക്കിടയ്ക്ക്. ഇല്ല, കാരണം എനിക്ക് ഇത്രയും ആൾക്കാരുണ്ട്. അല്ല, എന്നെ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുന്നത് നല്ലതാ. എന്താണെന്ന് അറിയാമോ? അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ ഏറ്റവും വലിയ സുന്ദരി ഞാനാണ്. ഈ ലോകത്തെ വെച്ചിട്ട് ഏറ്റവും വലിയ സുന്ദരി ഞാനാന്നാ കരുതുന്നത്. ഞാൻ നിങ്ങളിപ്പോ സുന്ദരിയാണോ സുന്ദരനാണെന്ന് എനിക്കറിയത്തില്ല. എന്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരും സുന്ദരന്മാരാ, എന്നാലും അവരിൽ സുന്ദരി ഞാനാ. ഏറ്റവും സുന്ദരൻ ഞാനാണ്. അതിൽ വിട്ടുതരില്ലേ? ഏറ്റവും സുന്ദരൻ ഞാനാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. ഇരിക്കുന്ന വേറൊരു സുന്ദരി മിനി. ഓരോരോ സുന്ദരനും സുന്ദരി വന്നു തുടങ്ങി. ദേ വന്നു അടുത്ത സുന്ദരൻ, ദേ വന്നു അടുത്ത സുന്ദരി. പിന്നെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ കേൾക്കാൻ ഞാനും കുറച്ച് തിരക്കായിരുന്നു. ഇതിനിടയ്ക്ക് എനിക്ക് കുറച്ച് കടയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും യാത്രയും ഒക്കെ ആയിട്ട് ഞാനും പുറത്തായിരുന്നു. സാറിന്റെ അനുഗ്രഹത്താൽ അത് വേണമെങ്കിൽ ഒന്നുകൂടെ എടുത്ത് ഞാൻ അടിവരയിട്ട് പറയുവാണേ. എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? സാർ ചെറുതായിട്ടൊന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ പഠിപ്പിച്ചതേ ഉള്ളൂ. ഞാൻ അതെന്റെ എസ്റ്റീം ലെവലിലായി പോയി. അപ്പൊ യാത്രയായി. അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെയല്ലേ സംഭവിക്കേണ്ടത്. അപ്പൊ പിന്നെ എന്താ പറയാ, അപ്പൊ പിന്നെ നിങ്ങളൊക്കെ കണ്ടില്ല എങ്കിൽ ഭയങ്കര നഷ്ടമാണ് എനിക്ക്. ഇന്നലെ രാത്രി കിടന്നപ്പോഴേ തെച്ചു. ഇന്ന് വൃശ്ചികം വന്നാണ്. അത് കാരണത്താൽ എല്ലാവരെയും കണ്ട് നിങ്ങളുടെ അനുഗ്രഹം എനിക്ക് കിട്ടുക എന്നുള്ള ആ ഒരു സതുദ്ദേശത്തോട് വന്നതാ. ഒന്ന് ബ്ലെസ് ചെയ്യുക എല്ലാവരും എന്നെ. ആ ഒരു അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത്. ഇരിക്കുന്ന എല്ലാ സർവ്വ ഐശ്വര്യങ്ങളും ചൊരിയുന്നു. ബിസിനസ് എല്ലാം വളർന്ന് വലിയ ആളാവട്ടെ. എനിക്കത് മതി. നിങ്ങളുടെ ഈ അനുഗ്രഹത്തിന് വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ്. നിങ്ങൾ എന്താ പറയാ, എവിടെ ഇരുന്നാലും ഒരു വൈബ് ഉണ്ടല്ലോ. എന്നെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാർ ഇടയ്ക്ക് പറഞ്ഞില്ലേ മാഡത്തിനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചിന്തിക്കുന്നു. അത് തന്നെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എനർജി എന്റെ. അതെ അതെ, സത്യമാ. നമ്മളാരെങ്കിലും ഓർക്കാന്ന് പറയുന്നത് തന്നെ നമ്മളെ ഭാഗ്യമാണ്. അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് മുഴുവൻ പ്രകാശം പരത്തുക എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട്. അത് ആൾക്കാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് രാത്രി വന്നിട്ട് സൂര്യൻ പോകുന്ന എന്തുകൊണ്ടാ, ചന്ദ്രൻ വരുന്ന എന്താന്നൊക്കെ ആൾക്കാർ ചോദിക്കുമ്പോ ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് രാത്രി സമയത്ത് പ്രകാശം തരാനായിട്ട് നമ്മുടെ സാർ ഇവിടെ വരാറുണ്ട്. അപ്പൊ ഈ സാറിനെ കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രകാശം. ഞാൻ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാ. പിന്നെ അതിന് ചുറ്റും ഇരിക്കുന്ന നിങ്ങളൊക്കെ ഉണ്ടല്ലോ, എത്രയാ മനോഹര കാണാൻ. ഓരോരുത്തരാണ് ഈ നിൽക്കുന്ന മുഖമൊക്കെ ഇപ്പൊ ഞാൻ കണ്ടിട്ട് ആരാണ് പ്രതി, നിങ്ങളുടെ മുഖമൊക്കെ കണ്ടിട്ട് പൊയ്കയിൽ നിൽക്കുന്ന ഒരു താമര വിരിഞ്ഞ മാതിരിയാണ് എനിക്ക് തോന്നുന്നത്.
ഒരു പാട്ട് പാടാൻ ഉദ്ദേശിക്കുന്നത് പാട്ടോട് നല്ല ഇന്നത്തെ ദിവസം സുന്ദരാകാന്നുള്ളതാണ് ഇപ്പൊ. പാട് കേട്ടിട്ട് ഞാൻ എനിക്ക് എനർജി മനോഹരം മനോഹരം. അപ്പൊ നമുക്ക് ക്ലാസ്സിൽ കിടക്കാം. മനോഹരം മനോഹരം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് തിരുത്തിയിട്ട് പോട്ടെ. എല്ലാരും മ്യൂട്ട് ചെയ്യും. 2-3 കാര്യങ്ങൾ തിരുത്തണം. തിരുത്തിയിട്ട് മാത്രമേ പോകാവൂ. പല കാര്യങ്ങളും അല്ലേ? ഞാനിവിടെ സുന്ദരൻ സുന്ദരി എന്ന് പറഞ്ഞപ്പോ ചിലവർക്കുള്ള ഡൗട്ട് എന്താണെന്നറിയോ? അതൊന്ന് തിരുത്തണേ. എല്ലാവരും സുന്ദരന്മാരാണെന്ന് പറയുമ്പോഴും പക്ഷേ അല്ല, ഒരു മിനിറ്റ്, ഇവിടെ ടൈപ്പ് ചെയ്ത് വന്ന കമന്റിനെ ഒന്നും ജസ്റ്റ് ക്ലാരിഫൈ ചെയ്ത് വിട്ടെ. കാരണം നമ്മൾ നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റി, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ആ കമ്മ്യൂണിറ്റിയിൽ നിൽക്കുമ്പോൾ, സെനർജിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇന്നലത്തെ ടെസ്റ്റ് പോലെ തന്നെ ഇത് കറക്റ്റ് ആണെന്ന് തോന്നും. പക്ഷേ നിങ്ങളുടെ അകത്ത് കിടക്കുന്ന ചില മാലിന്യങ്ങൾ ചില സമയത്ത് ഒരൊറ്റ തള്ളും. ആ തള്ളിന്റെ ഒരു ഉദാഹരണം ഞാനിപ്പോ വായിക്കാം. ഇത് ഒരാൾ എഴുതിയതല്ല, എല്ലാവരുടെ മനസ്സിലുള്ളതാണ്. ഇതകത്ത് മാലിന്യങ്ങൾ ഉണ്ടാകുമ്പോൾ വരുന്ന വാക്കാണ്. ഒന്ന് ഞാൻ വായിക്കാം. ഇത് ഒരാൾക്കല്ല, എല്ലാവരിലും ഉണ്ട്, മിക്കവരിലും ഉണ്ട്. ഇതൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ സുന്ദരിയാണ്, പക്ഷേ ഇൻവെർട്ടഡ് കോമയിലാണ് ആ വാക്ക്. നാളെ വൃദ്ധമന്ദിരത്തിൽ കൊണ്ടുപോകാനുള്ള പച്ചക്കറി മുറിക്കുന്നു. ഉദ്ദേശം ക്ലിയർ ആണ്, പക്ഷേ ആ പക്ഷയാണ് അവിടുത്തെ വിഷയം. ഇത് കൊണ്ടെത്തിക്കുന്നത് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായിത്തീരുന്നു. വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അറിയാതെ വന്നു പോകുന്ന വാക്കുകൾ സബ് മൈൻഡിൽ രജിസ്റ്റർ ചെയ്യപ്പെടും. അതാണ് പൂർണ്ണമായിട്ട് പഠിക്കുന്നത്. ബാഹ്യ സൗന്ദര്യം മാത്രം പോരാ, വേണ്ടത് ആന്തരിക സൗന്ദര്യമാണ്. പൊട്ടത്തരമാണിത്. സൗന്ദര്യത്തിന് ബാഹ്യമൊന്നോ ആന്തരികമെന്നോ ഒന്നുമില്ല. ഇതൊക്കെ പണ്ട് നമ്മൾ പറഞ്ഞു കേട്ട പല്ലവികളാണ്, നമ്മളെ പഠിപ്പിച്ചു വെച്ചതാണ്. സൗന്ദര്യം ഉണ്ടാവേണ്ടത് നമ്മളിലാണ്. നമ്മൾ എന്ന് പറയുന്നത് ബാഹികമോ ആന്തരികമല്ല, മൊത്തം ചേരുമ്പോഴാണ് നമ്മൾ ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് ഒരു അളവുകോല് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ സാധാരണ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് മീൻ ചെയ്തതെന്ന് വെച്ചാൽ, അവന് സൗന്ദര്യം അല്ല. ഒരു മിനിറ്റ്, ഞാൻ നിങ്ങളോട് മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞില്ല എല്ലാവരോടും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സൗന്ദര്യത്തെ രണ്ടായി തിരിക്കുന്നു. ശരീര സൗന്ദര്യവും മാനസിക സൗന്ദര്യം അല്ലെങ്കിൽ ആന്തരിക സൗന്ദര്യം. നമ്മൾ ഇവിടെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് നമ്മൾക്ക് അങ്ങനെയില്ല. എല്ലാം ഒന്നാണ്. സർവം ഏകമയം, എല്ലാം ഒന്നാണ്. കല്ലായാലും പുല്ലായാലും പശുവായാലും മാനായാലും നെരിയായാലും പുലിയായാലും എലിയായാലും പുലിയായാലും എല്ലാത്തിനും ഉള്ളത് പ്രപഞ്ചത്തിലെ ഒരു സത്യം മാത്രമാണ്. ആ സത്യത്തെ അംഗീകരിച്ചാൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ പറ്റും. നമ്മൾ എല്ലാത്തിനെയും എപ്പോഴാണ് ഉൾക്കൊള്ളുന്നത്, അപ്പോൾ മാത്രമേ എല്ലാം നമ്മളെയും ഉൾക്കൊള്ളുകയുള്ളൂ. അല്ലെങ്കിൽ എല്ലാം കണ്ടീഷനിലായി പോവും. ഇതാണ് ശരിക്കും ഒറിജിനൽ സ്പിരിച്വാലിറ്റി. ആ സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ നിത്യ ആനന്ദം അല്ലെങ്കിൽ പരമാനന്ദം എന്ന് പറയുന്ന സന്തോഷത്തിന്റെ അതുക്കും മേലെയുള്ള അവസ്ഥയിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ സാധിക്കുള്ളൂ. വ്യത്യാസങ്ങൾ എപ്പോഴാണോ നമ്മൾ ശീലിക്കുന്നത്, അപ്പോൾ നമ്മളോടും വ്യത്യാസങ്ങൾ കാണിക്കാൻ തുടങ്ങും. ഇപ്പോ ഉദാഹരണം മാത്രമാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ നേരത്തെ സുന്ദരന്മാരും എന്ന് പറഞ്ഞ മനഃപൂർവ്വം ഉപയോഗിച്ച വാക്കാണ്. കാരണം അതില്ലാത്ത ഒരു ജീവജാലവും ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, ഇനി പെടുകയുമില്ല. കാരണം ഓരോന്നിനും അതിൻ്റെതായ നിയതിയുണ്ട്, ഒരു കർമ്മമുണ്ട്, ഒരു തീരുമാനമുണ്ട്. അതിനടിസ്ഥാനത്തിൽ മാത്രമേ ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളൂ. ഒരാൾക്ക് കൈകാലില്ലാതെ ജനിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾക്ക് മറ്റൊരു കഴിവ് എവിടെയോ നൽകിയിട്ടുണ്ട്. പലപ്പോഴും അത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് അയാൾ പെട്ടുപോകുന്നത്. അതിന് പറയുന്ന പേരാണ് കർമ്മം എന്ന് പറയുന്നത്. എപ്പോഴാണോ അയാൾ അത് തിരിച്ചറിയുന്നത്, അപ്പോൾ കർമ്മത്തിന്റെ നിയമം മാറുകയും അയാൾ കൃത്യമായ കർമ്മത്തെ ദുരൂകരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു. ഈ തിരിച്ചറിയുന്ന സ്ഥലമാണ്
നിങ്ങൾ ഇതുപോലെ ഇരിക്കുന്ന സ്ഥലത്ത് ഇവിടെ കിട്ടുന്ന സമയത്ത് ആ തിരിച്ചറിവിന് വേണ്ടി ശ്രമിക്കുക. ഓരോ കാര്യങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ എന്നെ പ്യൂരിഫൈ ചെയ്യാനുള്ള പരിപാടി, എന്നെ എന്ന് വെച്ചാൽ ഞാൻ എന്ന് പറയുന്ന എല്ലാം അടങ്ങിയ സർവസ്വമായ ആ തത്വമസിയെ പ്യൂരിഫൈ ചെയ്യാനുള്ള കാര്യമെടുക്കുക. അപ്പോൾ ഈ ജന്മം, അടുത്ത ജന്മം, പുനർജന്മം, ഏകജന്മം, മറ്റു ജന്മം എന്ത് പറഞ്ഞാലും കർമ്മത്തിൽ അടിസ്ഥാനമായ കർമ്മങ്ങളെല്ലാം പ്യൂരിഫൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ആ ഒരു പ്രക്രിയ മാത്രമാണ്. എൻ്റെ കർമ്മങ്ങൾ ഞാൻ ചെയ്തു വെച്ചതോ അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചതോ ആയ കർമ്മങ്ങളെ ഇതുപോലെ ഞാൻ പറഞ്ഞ് പഠിച്ച് പ്യൂരിഫൈ ആണ് ഞാൻ ചെയ്യുന്നത്. അത് ഓരോ നിമിഷവും ഞാൻ പ്യൂരിഫൈ ചെയ്യുമ്പോൾ എന്നിലെ പ്രഭ കൂടിക്കൊണ്ടേയിരിക്കും. ആ പ്രഭ കൂടുന്നതാണ് നിങ്ങൾ പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു, ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഓരോ നിമിഷവും അതായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്ന നമ്മുടെ എനർജിയെ പറ്റിയൊക്കെ വിശദമായി ക്ലാസ് എടുക്കുന്നുണ്ട്. 950,000 എനർജി ലെവലിലേക്ക് നമുക്ക് ഉയരാൻ പറ്റുന്നത് ഇത് വലിയ യാത്രയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇത് സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എവരിബഡി, എന്താണ് ഞാൻ പറയാൻ വന്ന ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇന്നത്തെ ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. ഈ മിനി എവിടെ? പോളണ്ടിലാണോ? ഇത്രയും നല്ല അടിപൊളി ആകാശം കാണുന്ന അവിടെ, ഇത്രയും സുന്ദരമായ സ്ഥലം, ഭൂമിയുടെ ഏറ്റവും പ്രകാശപൂരിതമായ സ്ഥലം പോലെ തോന്നുന്നു. മിനി എവിടെ നിന്ന് അൺമ്യൂട്ട് ചെയ്തേ മിനി? എവിടെയാണ് ഈ സ്ഥലം? യുഎസില്, US എവിടെ? ഫിലഡൽഫിയ. ഫിലാഡൽഫിയ. ഇപ്പൊ ഇവിടെ രാവിലെ 11 മണി. ഫിലാഡൽഫിയ. അതായത് നല്ല നല്ല ആകാശം, നീലാകാശം അല്ലെ? ഓക്കെ, ഞാൻ പാട്ട് പാടുന്നില്ല. നല്ല നല്ല രസമാണ്. താങ്ക് യു വെരി മച്ച്. കണ്ടതല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് പോസായല്ലേ? എല്ലാവരും ഒന്ന് പിടിച്ചിരുന്നു അല്ലെ? ഇങ്ങനെയാണ് ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് പോസ് ചെയ്യേണ്ടി വരും. എന്നിട്ടാണ് അടുത്ത പോക്ക്. നടന്നു പോകുമ്പോൾ ഒരു കാല് മുന്നേയും ഒരു കാല് പിന്നെയുമാണെങ്കിൽ പിന്നിലെ കാല് പറയും എനിക്ക് മുന്നിൽ പോകണം. അപ്പോൾ പിന്നിലെ കാല് പറയും എനിക്ക് മുന്നിൽ പോകണം. അപ്പോൾ അടുത്ത കാല് പറയും ഇല്ലല്ല എനിക്ക് മുന്നിൽ പോകണം. ഇത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇത് ഓട്ടോമാറ്റിക്കായി നടക്കുന്നുണ്ട്. പക്ഷെ നമുക്കോ മുന്നിൽ പോണ്ടല്ലേ? മുന്നിൽ പോണ്ട. നമുക്ക് ഇരുന്നെടുത്ത് ഇരുന്നാൽ മതി. നമുക്ക് മുന്നിൽ പോണ്ട. എന്നിട്ട് ഒരു സ്റ്റെപ്പ് നമുക്ക് എപ്പോഴും മുകളിലോട്ട് കയറണം. ഒരു സ്റ്റെപ്പ് മുകളിൽ കയറുമ്പോൾ അയ്യോ എന്റെ കൂടെ ഉണ്ടവൻ, എന്റെ അയൽവാസി, എന്റെ കൂടെ പഠിച്ചവൻ ദേ കിടക്കണു താഴെ. അവരെന്ത് വിചാരിക്കും? ഞാൻ എങ്ങനെയായാലും അവരെന്ത് വിചാരിക്കും? താഴോട്ട് ഇറങ്ങി അവന് പിടിക്കാൻ നോക്കി. എന്നിട്ട് രണ്ടുപേരെയും കുടിച്ച് മുകളിലോട്ട് പോകുമ്പോൾ വീണ്ടും അടുത്തവൻ താഴെ കിടക്കും. അടുത്ത വീട്ടിലവൻ എന്ത് വിചാരിക്കും? ഞാൻ കാറ് മേടിച്ചു, അടുത്ത വീട്ടിലവൻ എന്ത് വിചാരിക്കും? ഞാൻ പോകുന്നില്ല, ഇപ്പൊ ആ സബ്ജക്റ്റിലേക്ക് പോകുന്നില്ല, സന്ദർഭികവശാൽ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നമ്മളെ ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഇന്ന് വളരെ പ്രധാനമായ ക്ലാസ് ആണ്, വളരെ ശ്രദ്ധിക്കണം. ഒറ്റ ചോദ്യത്തിന് ഉത്തരം യെസ് പറയുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ക്ലാസ് ആണ്. ആ യെസ് റെഡി ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും, അതായത് ഇപ്പോൾ നിൽക്കുന്ന കംഫർട്ട് സോണിൽ നിന്നും പുറത്തു കടക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം യെസ് പറഞ്ഞാൽ മതി. ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം. റെഡിയല്ലേ? ഒറ്റ ചോദ്യം റെഡിയാണ്. ബാക്കി എന്നിട്ടല്ല ഹാപ്പിയും റെഡിയൊക്കെ പിന്നെ ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റത്തിന് നിങ്ങൾ തയ്യാറാണോ? പോരാ. അഡ്മിൻ എല്ലാവരും നോട്ട് ചെയ്യുക. ആ പറഞ്ഞവരെ മാത്രം നിർത്തി മറ്റുള്ളവരൊക്കെ റിമൂവ് ചെയ്ത് കളയുക. മാറ്റത്തിന് തയ്യാറില്ല. സുശീല ഒന്ന് ചിരിച്ച്. സുശീല, ഇത്രയൊക്കെ മസിൽ പിടിക്കണം. അവിടെ കുറച്ച് രക്തോട്ടം ഉണ്ടാവട്ടെ. നടക്കട്ടെ അവിടെ. അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഒന്ന് എന്ത് പിടിച്ചു നിൽക്കണം? ഇവിടെ ആരെപ്പോ ഉള്ള? എന്തപ്പോ ഇവിടെ ഉള്ള? രാധമ്മയൊക്കെ കണ്ടു ഇത്രയും ആയിട്ട് എന്ത് ഊർജ്ജസ്വലായിട്ടാണ് ഇരിക്കുന്നത്. എല്ലാ ദിവസവും നല്ല ഊർജ്ജസ്വലായിട്ട് അതിന്റെ ഗുണം അവരെ ഇതുണ്ടാവും.
ഇത് ഇവിടെ വന്നിട്ട് ദിവസത്തെ ടെൻഷൻ ഇല്ലാത്തവർ ആരും ഇല്ലല്ലേ? എല്ലാവർക്കും ടെൻഷൻ. ആർക്കാ ടെൻഷൻ ഇല്ല? ഇവിടെ ടെൻഷൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടാവും? അത് ചോദ്യമല്ല കേട്ടോ. ഇപ്പൊ മറ്റേതിന് ഉത്തരം പറഞ്ഞു വരും. ഇത് രണ്ടാമത്തെ വന്ന ചോദ്യമാണ്. ഇനിയിപ്പോ അതിൽ കയറി അതിന് ഉത്തരം പറയാൻ നിൽക്കണ്ട. രണ്ടും ഇല്ല, ഉണ്ട് എന്നൊക്കെ അതിന് ഉത്തരം പറയണ്ട. നോക്കൂ, എല്ലാവർക്കും വേണം. ഓക്കെ, ജീവിതത്തിൽ അത്ഭുതങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? ജീവിതം അത്ഭുതമാവട്ടെ എന്ന് പറയുന്നവരാരെങ്കിലും? ആലോചിക്കണം, ഉത്തരം ആലോചിക്കണം. വെറുതെ പറഞ്ഞത് ദിനേശ് സാറ് പിടിക്കും, അതിൽ കയറി പിടിക്കും. നിങ്ങൾക്ക് ജീവിതം പ്രയത്നിച്ചിട്ട് നേടണോ അത്ഭുതത്തിലൂടെ നേടണോ? അപ്പോഴായിരിക്കും ഉത്തരം ശരിയാവുക. നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രയത്നിച്ചിട്ട് നേടണോ അത്ഭുതത്തിലൂടെ നേടണോ? അതാണ് യെസ് പറയുന്നത്. പ്രയത്നിച്ചിട്ട് നേടണമെങ്കിൽ യെസ് പറയാ, അത്ഭുതം നേടണമെങ്കിൽ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ രണ്ടും വേണം അല്ലേ? ഞാൻ കുടുങ്ങി. രണ്ടായാലും നല്ലതല്ലേ? ഞാൻ പിൻവലിച്ചത്, ചോദ്യം പിൻവലിച്ചു. നടക്കൂല അവിടെ. അപ്പൊ അങ്ങനെയാണ്. ഞാനൊരു കാര്യം പറയാം. എന്താണ് ഈ അത്ഭുതം? വാട്ട് ഈസ് അത്ഭുതം എന്ന് വെച്ചാൽ എന്താണ്? പ്രയത്നവും അത്ഭുതമാണ്. അത്ഭുതം എന്ന് പറയുന്നത് ഒന്നുമല്ല, എന്താണോ നമ്മളുടെ അറിവിനപ്പുറത്ത് സംഭവിക്കുന്ന കാര്യം, അതാണ് അത്ഭുതം, അല്ലെ? എന്താണോ നമ്മുടെ അറിവിനപ്പുറത്ത് സംഭവിക്കുന്ന കാര്യം, അത് മാത്രമാണ് അത്ഭുതം. ഇപ്പൊ രണ്ട് വഴികളുണ്ട്. ഒന്ന്, അതിന്റെ അർത്ഥം നമുക്ക് അറിവ് ലിമിറ്റഡ് ആണ് എന്നുള്ളതാണ് അത്ഭുതം സംഭവിക്കുന്നത്. രണ്ടാമത്, നമുക്ക് പല അറിവുകളും ഇനിയും നേടാനുണ്ട് എന്നുള്ള തിരിച്ചറിവ് അവിടെ ഉണ്ടാവും. എക്സ്പെക്ട് ചെയ്യാതെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ എക്സ്പെക്ടേഷൻ ഇല്ലാത്തതല്ലേ അത്ഭുതം? അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്പെക്ടേഷൻ ഇല്ല എന്നല്ലേ ഇതിന്റെ അർത്ഥം. അതെ, ഞാൻ തിരിച്ചു വന്നു കേട്ടോ. കാരണം ഇത് കുറച്ചും കൂടി ചിന്തകൾക്ക് മാത്രം വിട്ടുകൊടുക്കേണ്ട സാധനമാണ്. കുറച്ചും കൂടി ഇന്റലക്ച്വൽ ആണ്. എന്നാലും മാത്രമേ അത് എല്ലായിടത്തും പോയി ഇതാക്കാൻ പറ്റില്ല. ഇങ്ങനെ വിശകലനം ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് നമ്മളെ തലത്തെ ഉയർത്താൻ പറ്റുള്ളൂ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തിൽ അത്ഭുതത്തിന് അതിൽ എല്ലാവരും പേര് പറഞ്ഞല്ല, ജീവിതത്തിൽ അത്ഭുതത്തിന് മാറ്റത്തിന് തയ്യാറാവുന്നവരെല്ലാവരും ഒക്കെ പറഞ്ഞു. എങ്കിൽ നിങ്ങൾ സന്തോഷത്തോടെ റെഡിയായി നിൽക്കുക. ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാം. സന്തോഷത്തോടെ റെഡിയാവുക. സന്തോഷത്തെ റെഡിയാവുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അടുത്ത പരിപാടി? എന്താ ഇത്? നിത്യ ഉപാസനയാണ്. ഐ ആം ഹാപ്പി ആൻഡ് റെഡി, ഹാപ്പി റെഡി, ഹാപ്പി റെഡി എന്നുള്ളത് നിത്യ ഉപാസനയാണ്. ഇത് ഒട്ടും ഒരു നിമിഷത്തിലും പറയാൻ പറ്റും. കഴിയുമെങ്കിൽ ഒരു ദിവസം 365 തവണയെങ്കിലും ഇത് പറഞ്ഞാൽ അത്രയും നല്ലത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ക്ലാസ്സിൽ ഇത്രയും റിസൾട്ടുകൾ ആൾക്കാർക്ക് എടുക്കുന്നതും ഇത്രയും പറയാൻ പറ്റുന്നതും ഈ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു എന്നൊക്കെ പറയുന്നതും ഒക്കെ ഈ പ്രോസസ്സിന്റെ ഭാഗമാണ്. ഐ എം ഹാപ്പി ആൻഡ് റെഡി. സന്തോഷം എവിടെയാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതിലൂടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ള സിമ്പിൾ കോൺസെപ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. ജേർണി ടു ഹാപ്പിനെസ്, അല്ലെങ്കിൽ സന്തോഷത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടത് സന്തോഷം ഉൽപ്പാദിപ്പിക്കുകയാണ്, നിലനിർത്തുകയാണ് ചെയ്യേണ്ടത്. ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റത്തിന് തയ്യാറാണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള കുറച്ച് പ്രോസസ്സുകൾ കൃത്യമായി പറഞ്ഞ് പെട്ടെന്ന് പോകാം കേട്ടോ. നോക്കൂ, ഞാൻ 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചു പോകാം. നിങ്ങൾ ഇപ്പോൾ ഈ ക്ലാസ്സിന് വരുന്നതിന് തൊട്ടു മുമ്പോ കുറച്ചു കാലം മുമ്പോ അല്ലെങ്കിൽ ഇപ്പോഴുമൊക്കെ ചിലയാൾ നിത്യോപാസനയായി, വാക്കറിയാലോ, നിത്യോപാസന വെച്ചാൽ എന്നും ചെയ്യുന്ന പ്രക്രിയയായിട്ട് പോകുന്ന ഒരു കാര്യത്തെ ഞാൻ പറഞ്ഞു തരട്ടെ. ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ് നമുക്കത്. സന്ധ്യാനേരത്ത് ചില സീരിയലുകളുണ്ട്. ഇപ്പോഴും പല ആൾക്കാരും, സാറേ ഇനിയാണ് ഒരാൾ എന്നോട് പറഞ്ഞു, സാറേ എല്ലാം ശരിയാണ്, അതെല്ലാം കഴിഞ്ഞിട്ട് ഫ്രീ ആയിരുന്ന സമയമാണ് ഈ 9 മണി, അതുകൊണ്ട് എന്തായാലും സാറിന്റെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം അത് കഴിയും എപ്പോഴും. കാരണം പ്രൈം ടൈം ന്യൂസും പ്രൈം ടൈം സീരിയൽ. എന്താ സീരിയൽ എന്നറിയോ? അമ്മായിയമ്മ മരുമകളെ
തട്ടുന്നു. ആ മരുമകൾ അമ്മായിയമ്മയെ തട്ടാൻ നടക്കുന്നു. രണ്ടിന്റെ ഇടയിൽ മകൻ പെടുന്നു. മകൻ മറ്റൊരു ആളുമായി ബന്ധം സ്ഥാപിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ എവിടെയോ കേട്ട കഥ കേട്ടെ, ഞാൻ സീരിയലൊന്നും കാണാറില്ല. അപ്പോൾ അതിനകത്ത് വന്നു ഇതിങ്ങനെ റിപ്പീറ്റഡായി സെയിം സംഭവം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും ഇത് തന്നെ. മറ്റൊരു സ്ഥലത്തേക്ക് എടുത്താൽ ഒരു വടിയും ഒരു ക്യാമറ എടുത്തിട്ട് ഓടുകയാണ് ആളുടെ പിറകെ. എന്താണ് അവിടെ നടന്നത്, എന്താണ് അവിടെ സംഭവിച്ചത്, എന്താണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു സെയിം സംഭവം. നമ്മളിങ്ങനെ താര പിടിക്കുന്നത് ഈ സീരിയൽ. അമ്മായിയമ്മയെ കുത്താനായിട്ട് കത്തി എടുത്തിട്ട് പോയും കത്തിയും പിടിച്ച് മരുമകൾ നിൽക്കുന്നത് 4 എപ്പിസോഡാ. ഇപ്പൊ നമ്മൾ ഓരോ നിമിഷം ഇങ്ങനെ പിടിച്ച് ഏതാ സാധനം ഉൽപ്പാദിപ്പിക്കുന്നത് അറിയോ നമ്മുടെ ശരീരത്തിൽ? ഡോപ്പമീനും സെറിട്ടോണൊന്നും അല്ല, അപകടകരമായ ടോക്സിക്കുകളാണ് ഉണ്ടാൽപ്പറ്റുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ടെത്തുമ്പോൾ അയ്യോ പോയേ എന്ന് പറയുന്ന അവസ്ഥയാണ് വളരെ അപകടം പിടിച്ചത്. ഇതിന് കഴിഞ്ഞ അടുത്ത എന്താണെന്നറിയോ? ഓക്കെ, ഇതില്ലാത്തവരുണ്ട്. വൈകിട്ടാകുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ നാരായണേട്ടി അല്ലെങ്കിൽ എന്തൊക്കെ ഖൈറുന്നേസയെ വിളിക്കും. എന്തോ ഉണ്ട് വിശേഷം? അയ്യോ അതിലേ പോയപ്പോ അവൾ ഇങ്ങോട്ട് പോയപ്പോ ഒരു പട്ടി കുറുകെ ചാടിയപ്പോ അവൻ മുണ്ടുടുത്തിട്ട് പോവുകയായിരുന്നു, അവൻ ഓടി വന്നു. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് 1.5 മണിക്കൂർ നേരം 2 മണിക്കൂർ നേരം പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ ഗോസിപ്പുകൾ, ചെറുതല്ല വലിയ ഗോസിപ്പുകൾ. അപ്പൊ അത് കിട്ടിയപ്പോ അടുത്ത ആളെ വിളിച്ചു പറയുക. എന്നിട്ട് വൈകിട്ടാകുമ്പോൾ പറയുന്നത് എന്താ, ഇന്നത്തെ കാര്യം ഒറ്റ പോക്കാണെന്ന്, ഭയങ്കര മോശമായിരുന്നു. ഇത് പറഞ്ഞ് ഇങ്ങനെ നെഗറ്റിവിറ്റി അടിച്ച് നടക്കുന്ന ആൾക്കാരില്ലേ? ഇപ്പോഴും ഉണ്ടല്ലോ. നിങ്ങളൊക്കെ പണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴില്ല, അതാ കാണാറില്ല സാർ, ഇപ്പോഴില്ല. ഇത് ഓർക്കണം, ഈ പോയ കാര്യങ്ങളൊക്കെ ഓർക്കണം. ഇത് അടുത്ത് പറഞ്ഞു വരുന്നത് ബന്ധുക്കൾ, ശത്രുക്കൾ, മറ്റത് മറിച്ചത്, ഇതിലൊക്കെ ഈ സമയത്തെല്ലാം എവിടെയെങ്കിലും എപ്പോഴെങ്കിലും നമ്മളെ പറ്റി ചിന്തിച്ചവർ എത്ര പേരുണ്ട്? ഞാൻ എന്താ ഇങ്ങനെ, എനിക്ക് എങ്ങോട്ടാ പോകേണ്ടത്, എനിക്കെന്താണ് ലക്ഷ്യം, ഞാൻ എന്തായിത്തീരണം? ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മിക്കവരും ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഈ ക്ലാസ്സിൽ അല്ല, മൊത്തത്തിൽ ഇതിന് പോകുന്നത് എന്തിനാണെന്നറിയോ? എങ്ങനെയെങ്കിലും എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടാണ്. എങ്ങനെയെങ്കിലും എൻ്റെ മകനൊന്ന് പഠിച്ചു നോക്കട്ടെ, മകള് പഠിച്ചു തന്നാട്ടെ, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ഭർത്താവിനെ സഹായിക്കണം, എനിക്ക് എങ്ങനെയെങ്കിലും കുറച്ച് ലോൺ കൊടുത്തു തീർക്കണം. ഇതല്ലേ പ്രധാനമായിട്ട് നമ്മളിവിടെ ഇരിക്കുന്ന ലക്ഷ്യം. എസ്സെൻസ് എന്ന് പറയും, അതല്ലേ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എങ്ങനെയെങ്കിലും എനിക്ക് ആ സ്വത്ത് വിറ്റ് കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും കടം കൊടുത്തു തീർക്കണം, ബാങ്ക് ലോൺ കൊടുത്തു തീർക്കണം, അല്ലെങ്കിൽ എൻ്റെ മകനൊരു ജോലി കിട്ടണം, എൻ്റെ ഭർത്താവിന് ശമ്പളമില്ല. ഇതല്ലേ യഥാർത്ഥത്തിൽ നടക്കുന്ന പ്രശ്നം. കുറച്ചു പേരേ ഉള്ളൂ, ബാക്കിയുള്ളവർ പറയില്ലല്ലേ. അല്ലെങ്കിൽ അടുത്ത് പറയുന്ന കൊല്ലം അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, സാറേ എൻ്റെ കച്ചവടം കൂടി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കടം കൊടുക്കാനുണ്ടെന്ന് കൊടുത്തു തീർക്കാം. സോറി ടു സേ, ഇതല്ല നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം. നമ്മൾ മാറാത്തിടത്തോളം കാലം നമ്മളെ ചുറ്റും മാറ്റാൻ ശ്രമിക്കരുത്, നടക്കില്ല. നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ മറ്റതെല്ലാം വീണ്ടും പോയിക്കൊണ്ട് കടം കൊടുത്തു തീർക്കാം. എപ്പോ? കടം കൊടുത്ത് തീർത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്താ അതിന്റെ അർത്ഥം? കടം വന്നുകൊണ്ടേയിരിക്കും, നിങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും, കൊടുത്തുകൊണ്ടേയിരിക്കും. ജീവിതം അവിടെ തീർന്നു. പിന്നെ എപ്പോഴാ ജീവിക്കുക? നമ്മളെ മാറ്റപ്പെടുത്താൻ എന്ത് പ്രക്രിയ ചെയ്യുന്നത്? മറ്റുള്ളവരെ മാറ്റപ്പെടുത്താനല്ല, നമ്മളെ മാറ്റപ്പെടുത്താൻ നമുക്ക് വേണ്ടി എന്താ ചെയ്യുന്നത്? 1 മണിക്കൂർ 10 മിനിറ്റ് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞ എത്ര പേര് റെഡിയാണ്? അതും എനിക്ക് തലവേദനയാണ് സാറേ, കൈവേദനയാണ്, കാലുവേദനയാണ്, നടുവേദനയാണ്, എനിക്ക് എന്തൊക്കെ മറ്റേ ലിസ്റ്റ് എടുത്താൽ 500 ലിസ്റ്റുകൾ ഉണ്ടാവും. ഇതെങ്ങനെ വരുന്നു? ഊർജത്തിന്റെ നിയമം അറിയണം, എങ്ങനെയാണ് എനർജി വർക്ക് ചെയ്യുന്നതെന്ന് അറിയണം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് വൈസേ പറഞ്ഞ 2 പോയിന്റ് പറഞ്ഞു പോയിട്ടോ, പോയിന്റ് വൈസേ പറഞ്ഞില്ല, ഒഴുക്കിൽ പറഞ്ഞു. ഒന്നാമത്തത്, സ്വന്തം ജീവിതത്തിന്റെ അർത്ഥം അറിയണം. എഴുതി വെച്ചോ, ഇത് എഴുതി വെക്കേണ്ട കാര്യങ്ങളാണ്.
ഞാൻ പറഞ്ഞപ്പോ ആ ഫ്ലോയിലെങ്ങ് പോയപ്പോ പോയി, അങ്ങനെ പോയി, പോയിന്റ് അല്ല. ഇതാണ് ജീവിതത്തിന്റെ അർത്ഥം അറിയണം. അത് മറ്റുള്ളവരല്ല, എന്റെ ജീവിതത്തിന്റെ വൈ ആം ഹിയർ. എന്താണ് എന്റെ ആവശ്യം, എന്റെ പ്രത്യേക ആവശ്യം എന്താണ്? അപ്പോഴും പറയും സാറേ എന്റെ വേറൊന്നും ആവശ്യം. ഇന്നലെ ഒരാൾ പറഞ്ഞതാണ്, എന്ത് പറഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞു, സാറേ ഒരു കാര്യം ചെയ്യൂ, എന്റെ കടം ഒന്ന് കൊടുത്തു തീർക്കാനുള്ള വഴി പറഞ്ഞത്. ബാക്കിയെല്ലാം ശരി, കുറച്ച് നിങ്ങൾ എനർജി കൂട്ടണം, അതൊക്കെ അവിടെ ഇരിക്കട്ടെ സാറേ, എനിക്ക് കടം ഒന്ന് കൊടുത്തു തീർക്കാൻ വഴി മാറില്ല, പറ്റില്ല. ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഒരു കാരണവശാലും അന്ധവിശ്വാസം പഠിപ്പിച്ചു തരില്ല. എനിക്കത് താല്പര്യമില്ല, അറിയില്ല. പ്രയത്നിക്കണം. നമ്മൾ എഫേർട്ട് ഇട്ടാൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ. എനിക്കിവിടുന്ന് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. നിങ്ങൾ പ്രവർത്തിച്ചാൽ റിസൾട്ട് കിട്ടും. അന്ധവിശ്വാസമായിട്ട് നിങ്ങൾ വെറുതെ ഇരിക്കൂ, ഈ മന്ത്രം ചൊല്ലൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ മന്ത്രങ്ങളൊക്കെ നല്ലതാണ്, പക്ഷെ അതുകൊണ്ട് മാത്രം ലഭിക്കില്ല. പ്രവർത്തിക്കുക തന്നെ വേണം. ആക്ഷൻ എടുക്കാതെ ഒരാൾക്ക് കിട്ടുമെന്ന് കരുതിയാൽ ലോട്ടറി ടിക്കറ്റ് എടുക്കാതെ ലോട്ടറി അടിക്കുന്ന പോലെ അതേ രീതിയാണ്. അത്തരം വിശ്വാസങ്ങളെ ദിനേശ് മുഖത്ത് പറഞ്ഞു തരില്ല, എൻ്റെ അടുത്തില്ല. പ്രവർത്തിക്കണം. പ്രവർത്തിക്കാൻ ഊർജം വേണം. അപ്പോൾ ജീവിത ലക്ഷ്യം, അതായത് സ്വന്തം ജീവിതത്തിന് അർത്ഥം അറിയുക ഒന്നാമത്തെ കാര്യം. ഇതിലോ രണ്ടാമത്തെ കാര്യം, പ്രപഞ്ച ഊർജത്തിന് നിയമം അറിയണം. എങ്ങനെയാണ് ഈ എനർജി വർക്ക് ചെയ്യുന്നത് ഇതറിയണം. എന്താണ് എനർജി, എങ്ങനെയാണെന്ന് വർക്ക് ചെയ്യുന്നതെന്ന് അറിയണം. ആനന്ദപൂർവമായ ജീവിതം സൃഷ്ടിക്കുന്നത് എങ്ങനെ എന്നറിയണം. അതവിടെ ഉണ്ട്, അത് അറിയണം. ആ സാധനം എന്താണ് എന്റെ ഹാപ്പിനെസ് എന്നത്. ഇവിടെ വന്ന് ഹാപ്പിനെസ് മാസ്റ്ററുടെ ക്ലാസ്സിൽ വന്നിരിക്കുന്നത് ഹാപ്പിനെസിന്റെ ഒരു അംശം, ഒരു ശതമാനം മാത്രമാണ് ആ സമയത്ത് കിട്ടുന്നത്. പക്ഷെ അതല്ല, അതൊക്കെ അപ്പുറത്തുണ്ട്. അതിന് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ അൺകണ്ടീഷണൽ ആയിരിക്കണം. കണ്ടീഷൻ വെക്കരുത്. ഭർത്താവ് നേരെ നല്ല മൂഡിൽ വന്നാൽ ഇറ്റ്സ് ഓക്കെ. ഭർത്താവിന് മൂഡ് മാറിയാൽ, അല്ലെങ്കിൽ ഭാര്യ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ എല്ലാം ഓക്കെയാണ്. ചായ ചോദിച്ച സമയത്ത് കിട്ടിയാൽ ഓക്കെ, കിട്ടിയില്ലെങ്കിൽ കംപ്ലീറ്റ് എന്റെ സന്തോഷം പോയി. ഇങ്ങനെയാണോ നമ്മുടെ സന്തോഷം? അയൽവാസി നമ്മളോട് മിണ്ടിയാൽ ഞാൻ സന്തോഷവാനായി, മിണ്ടിയില്ലെങ്കിൽ പോയി, അന്നത്തെ ദിവസം പോയി. ഇതാരാ തീരുമാനിക്കുന്നത്? നമ്മളെ തീരുമാനം. ഇപ്പൊ എന്താ വേറെ, ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളെ ഒരുപാട് ആൾക്കാർ എന്നോട് കണക്ട് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പലരും വാട്സപ്പ് മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് എന്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്, എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല, സാധനമില്ല. സാറ് വർത്താനം പറഞ്ഞില്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കാം. സാറെ പറ്റില്ല, പിടിച്ചു നിൽക്കാൻ പറ്റില്ല, സാർ ഒരു വാക്ക് സാറൊന്നും പറഞ്ഞാൽ മതി, ഇന്നത്തെ ദിവസം ഞാൻ നന്നായി. അങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞാൽ ജീവിതത്തിൽ ഞാൻ അവരോട് വർത്താനം പറയില്ല, ഞാൻ ബ്ലോക്ക് ചെയ്ത് പറയും. ഇമോഷണലി അറ്റാച്ച്മെന്റ് ഒരാളെടുത്തും അംഗീകരിക്കാൻ പറ്റില്ല, അംഗീകരിക്കുകയില്ല. അങ്ങനെ അല്ല മാറ്റം ഉണ്ടാക്കണം. മാറ്റം ഉണ്ടാക്കേണ്ടത് നിങ്ങൾ അകത്ത് നിന്നാണ്. സാറ് പറഞ്ഞു നിന്നിട്ട് മാറ്റം ഉണ്ടാക്കുന്നല്ല. സാറ് നിങ്ങൾക്ക് വഴി കാണിച്ചു തരാൻ മാത്രമേ പറ്റുള്ളൂ. മാറ്റം ഉണ്ടാക്കേണ്ടത് നിങ്ങൾ അകത്തുനിന്ന്. അതിന് പഠിക്കണം, അറിയണം, എന്ത് ചെയ്യണം, അത് പഠിപ്പിക്കാൻ ഞാൻ ഇവിടെ ഉണ്ട്. എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും? ഈ കണ്ടതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമല്ല, ഇത് ജീവിതത്തിൽ ഉപയോഗിച്ചിട്ട് പരിചയമുണ്ട്. മറ്റുള്ളവർ ആര് കോഴ്സ് എടുക്കുന്നൊന്നും എനിക്കറിയില്ല, അതൊന്നും എൻ്റെ വിഷയമേ അല്ല. അവർ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു, എങ്ങനെ പഠിപ്പിച്ചതെന്നല്ല. ഞാൻ പഠിപ്പിച്ചിരുന്ന ഓരോന്നും എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത കാര്യം മാത്രമേ ഞാൻ പറയുള്ളൂ. അത് മാത്രമേ എനിക്കറിയുള്ളൂ, അല്ലാത്തത് എനിക്ക് പറയാൻ അറിയില്ല. മനസ്സിലാക്കി പഠിച്ചു വന്നപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഒരാളോട് ഇമോഷണലി അറ്റാച്ച് ആവില്ല എന്ന് വെച്ചാൽ ഞാൻ ആവില്ല. അതിന് ആരായാലും ശരി, ഇത് പഠിച്ച് പ്രാക്ടീസ് വന്നതാണ്. ഒരാൾ എൻ്റെ മുമ്പിൽ നിന്ന് അയ്യോ നിങ്ങൾ പറയുന്നതൊക്കെ സങ്കടമൊക്കെ നമുക്ക് മനസ്സിലാക്കാം, പക്ഷെ സാറ് രാവിലെയും വൈകിട്ട് പറഞ്ഞ് ഒരു ടാബ്ലറ്റ്സ് തരണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അങ്ങനെ ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ എനിക്ക് മെന്റർഷിപ്പ് കൊടുക്കുന്നുണ്ട് ഞാൻ. നിങ്ങളെ ബിസിനസ്സിനെ അഭിവൃദ്ധിപ്പെടുത്തുന്നുണ്ട്. അത് ബിസിനസ്സാണ്, പ്രൊഫഷനാണ്. പ്രൊഫഷനിൽ മാത്രമേ കണക്ടിവിറ്റി ഉള്ളൂ, അതിനപ്പുറത്തേക്കുള്ള കണക്ടിവിറ്റി ഇല്ല. കാരണം ഞാൻ യാത്രയാണ്, മുമ്പിലോട്ടാണ് യാത്ര. നിങ്ങൾക്ക് പിറകെ വരുന്നവർക്ക് പിറകെ വരാം, എന്നെക്കാൾ മുമ്പേ പോകുന്നവർക്ക് മുമ്പേയും പോകാം, എൻ്റെ കൂടെ ചേർന്നവർക്കും പോകാം. പക്ഷെ ഞാൻ ഇങ്ങനെ തോളത്ത് വെച്ചിട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല, അത് ഭാരമാണ്. ഭാരം ഞാൻ എടുക്കില്ല. അപ്പൊ അതായത് മൂന്നാമത്തെ പോയിന്റ്, നമ്മുടെ സാഹചര്യങ്ങളെ നിയന്ത്രിക്കുക.
ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു പോകുന്നത് അത് കേട്ടോ. സാഹചര്യങ്ങളെ നിയന്ത്രിക്കുക. എങ്ങനെ? നമ്മൾ അകത്ത് നിന്ന് നമ്മുടെ സാഹചര്യം നിയന്ത്രിക്കണം. പുറമേയുള്ള സാഹചര്യങ്ങൾ അകത്തെ ഇതാണ് ഈ പറഞ്ഞ ഇമോഷൻ. ഇമോഷൻ എന്ന് പറയുന്നത് സാഹചര്യങ്ങളാണ്. ഇമോഷനെ നമ്മൾ നിയന്ത്രിച്ചു നിർത്തണം. നമ്മുടെ ചിന്തകൾ നമ്മുടെ വാസ്തവങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ഇമോഷൻസ്. ആ ചിന്തകളെ നിയന്ത്രിച്ചു നിർത്തണം. സുഖവും സമാധാനവും നിലനിർത്തണം. അടുത്ത കാര്യമാണ് സുഖവും സമാധാനവും നിലനിർത്തണം. എങ്ങനെ? എന്റെ സുഖം എന്താണെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം എനിക്കുണ്ടാകുമ്പോൾ, എന്റെ സമാധാനം എന്താണെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അവസരം എനിക്കുണ്ടാകുമ്പോൾ, ചിലപ്പോൾ ചില സാധനങ്ങൾ കഴിക്കുമ്പോൾ എനിക്ക് അസമാധാനം ഉണ്ടാകുന്നുവെങ്കിൽ ഞാനത് ഒഴിവാക്കേണ്ടി വരും. ചിലവരെ കാണുമ്പോൾ എനിക്ക് മറ്റു സംഭവം ഉണ്ടല്ലോ, നേരത്തെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടല്ലോ. ചിലവരെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരികയോ കോപം വരികയോ അസൂയ വരികയോ പശ്ചാത്താപം വരികയോ കുറ്റബോധം വരികയോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എളുപ്പത്തിലുള്ള വഴിയാണ് ആ സാഹചര്യങ്ങളെ ഒഴിവാക്കണം. എന്നിട്ട് പതുക്കെ ലഘൂകരിച്ച് കൊണ്ടുവരണം. ഒറ്റയടിക്ക് നാളെ ഇതാക്കാൻ പറ്റില്ല. ഇമോഷനാണത്. ഇമ്പ്യൂരിറ്റീസിനെ കളയാൻ വേണം. അപ്പൊ നമ്മുടെ സമാധാനം സുഖം ഏതാണെന്ന് മനസ്സിലാക്കി അത് നിലനിർത്തണം. ആത്മീയമായ ഉണർവ് ഉണ്ടാക്കി എടുക്കുക തന്നെ വേണം. അതിന് ആത്മീയത അറിയണം. അത് നമ്മൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്യണം. ഇതിനെല്ലാം അടിസ്ഥാനമായിട്ട് നമ്മൾക്ക് വേണ്ടത് നമ്മൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ള നിശ്ചയമാണ്. ഇതുണ്ടെങ്കിൽ ഇതെല്ലാം മാറും. ഇപ്പോഴും ക്ലിയർ അല്ല നമുക്ക് എന്താണ് വേണ്ടതെന്ന്. യഥാർത്ഥത്തിൽ നമുക്ക് എന്താണ് വേണ്ടത്? 1 2 3 4 5 6 7 8 എഴുതുക, പഠിക്കുക. ഇത് കൃത്യമായി മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ അതിന് ഇത്രയും പാകപ്പെടുത്തി പലപ്പോഴും പറയുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു കോഴ്സിന്റെ എമൗണ്ട് തരാൻ ചെലവാക്കാൻ അത്രയും മടിയുണ്ടെങ്കിലും ജേർണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന കാര്യത്തിൽ അത്രയും പഠിക്കാനുണ്ട്. അത് ചേർന്നവരോടുള്ള ഒരു വാക്കുണ്ട്, ചേർന്ന് പഠിക്കുന്നവരോട് വാക്കുണ്ട്. നിങ്ങൾ പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കാശ് എന്ന് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. പകരം എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ഒരു വഴിയുമില്ല അതിന്. അധികം ആളും ഇപ്പൊ പകുതി ആൾക്കാർ കാശില്ല ഞാൻ ഏറ്റവും കുറവാണ് ഫീസ് മേടിക്കുന്നത്. കാശില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 40, 50, 60 വയസ്സായ നിങ്ങൾക്ക് ഇതുവരെ ഒരു 6000, 10000 രൂപ ചെലവാക്കിയിട്ട് സ്വന്തം ജീവിതത്തെ മാറ്റപ്പെടുത്താൻ നിങ്ങൾ കാശില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ കാശില്ലാത്തതല്ല നിങ്ങളുടെ വിഷയം, മനസ്സില്ലാത്തതാണ്. ഇനി കാശുള്ളവനോ, അവന്റെയും വിഷയം അത് തന്നെയാണ്. അവനും മനസ്സില്ല. അവന് കാശുണ്ട് പക്ഷെ മനസ്സില്ല. രണ്ടും നടക്കില്ല. നിങ്ങൾക്ക് മനസ്സുണ്ടോ, കാശ് ഓട്ടോമാറ്റിക് വരും. ഇനി കാശുണ്ടോ, മനസ്സില്ലെങ്കിൽ യാതൊരു കാര്യമില്ല. ഇത് 2 ക്ലാസ്സിൽ ഇപ്പോ ചേർന്നവരോടും ചേരാൻ പോകുന്നവരോടും പറയുന്ന ഒരേ വാക്കാണ്. നിങ്ങൾക്ക് പണമൊന്നും അല്ല വേണ്ടത്, മനസ്സാണ് വേണ്ടത്. നിങ്ങൾ സ്വയം മാറ്റാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ, വന്നോളൂ. അതുകൊണ്ടാണ് ഹാപ്പിനെസ് മാസ്റ്ററി ഹബ്ബ് അൺലിമിറ്റഡ് ആയി കോഴ്സ് കൊടുക്കുന്നത്. ഒരു കോഴ്സിന് ലിമിറ്റേഷൻ. പക്ഷേ ഇന്ന് നിങ്ങളെ മുമ്പിൽ നിന്ന് ഞാൻ എൻ്റെ തീരുമാനം മാറ്റുകയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ മുമ്പേ ഇതായിരുന്നു ടെസ്റ്റ് ചെയ്തത്, ഇത്ര ദിവസത്തെ ക്ലാസ്. പിന്നെ എനിക്ക് തോന്നിയ ആൾക്കാർക്ക് സമയപരിമിതിയാണോ വിഷയം, അതുകൊണ്ട് ഞാൻ അൺലിമിറ്റഡ് ആക്കി. ഇന്ന് മുതൽ ഞാൻ തീരുമാനിച്ചു, കോഴ്സുകളൊന്നും അൺലിമിറ്റഡ് അല്ല, കോഴ്സുകളെല്ലാം ലിമിറ്റഡ് ആക്കി മാറ്റുകയാണ്. പക്ഷേ ആക്സസബിലിറ്റി അൺലിമിറ്റഡ് കൊടുക്കുന്നു. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയോ? ഒരാളും കണ്ടിന്യൂസ് ചെയ്യുന്നില്ല. വിളിച്ചു ചോദിച്ചു, ചെയ്തോ, നാളെ ചെയ്യാൻ സാറേ, മറ്റൊന്ന് ചെയ്യാൻ സാറേ, ചെയ്യുന്നുണ്ട് സാറേ. എനിക്ക് ലിമിറ്റേഷൻ ഉണ്ട് ഫോളോ അപ്പ് ചെയ്യാൻ. 150, 200 ആൾക്കാരെ ഫോളോ അപ്പ് ചെയ്യാൻ ലിമിറ്റേഷൻ ഉണ്ട്. ഞാൻ സ്റ്റാഫിനെ വെച്ച് കഴിഞ്ഞാൽ 10,000, 25,000 ശമ്പളം കൊടുത്ത ആൾക്കാരെ വെച്ച് കഴിഞ്ഞാൽ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അവർക്ക് എത്ര പ്രാവശ്യം പറയാൻ പറ്റും? അതുകൊണ്ട് എല്ലാ കോഴ്സുകളും ഇനി മുതൽ 21 ദിവസമോ 30 ദിവസമോ 15 ദിവസമായിട്ട് കോഴ്സിന് കറക്റ്റ് ചെയ്യാണ്. അതിനകത്ത് പഠിച്ചിരിക്കണം, പാസ്സായിരിക്കണം, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിരിക്കും എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. ആ രീതിയിലേക്ക് കോഴ്സിനെ മാറ്റാം.
കാരണം എനിക്ക് റിസൾട്ട് കാണാത്തത് എനിക്ക് ഹാപ്പി അല്ല. ശരിക്കും ഞാനിപ്പോൾ ഹാപ്പി അല്ല, സത്യമായിട്ടും പറയാലോ. കോഴ്സ് കൊടുത്തതിൽ ഞാൻ ഹാപ്പി അല്ല. എന്താണെന്നറിയോ, റിസൾട്ടുകൾ എടുത്തിട്ട് ആൾക്കാർ പറയാത്തത്തോളം എനിക്ക് സന്തോഷം. എനിക്ക് പൈസയ്ക്ക് അപ്പുറത്തേക്ക് റിസൾട്ടുകളാണ് വരേണ്ടത്. അതുകൊണ്ട് ഞാൻ ഹാപ്പി അല്ല. റിസൾട്ട് എടുക്കുന്നവരുണ്ട്, എല്ലാവരും എടുക്കണം, 100% എടുക്കണം. അപ്പോൾ മാത്രമേ ഞാൻ, അതുകൊണ്ടാണ് ഞാൻ വൈകിട്ട് ഈ സെഷൻസ് എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. എനിക്ക് ഈ സമയത്ത് ഈ ക്ലാസ് മറ്റു പെയ്ഡ് ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ 4-5 ക്ലാസ്സുകൾ എടുക്കാം, അല്ലേ? ഇത് ഞാൻ ഒരു ഇതുമില്ലാതെ വാങ്ങിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ ഒരു ഗുരുദക്ഷിണ നിങ്ങൾ അയക്കൂ. കാരണം വെച്ചാൽ നൽകുന്ന ഇൻഫർമേഷന് ഒരു പ്രത്യുപകാരം നിങ്ങൾ നൽകാനുണ്ട്. ഇന്ന് ഞാനത് പറയുന്നു. നിങ്ങൾക്ക് ഇവിടുന്ന് എൻ്റെ ക്ലാസ്സിൽ നിന്നും, ഈ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ക്ലാസ്സിൽ നിന്നും, യൂട്യൂബ് വ്യൂവേഴ്സും മറ്റു ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണകരമായി മാറുന്നു എങ്കിൽ നിങ്ങൾ അതിന് പ്രത്യുപകാരം ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളെ കർമ്മ കംപ്ലീറ്റ് ആവില്ല. കർമ്മം അവിടെ ബാക്കിയായി പോകും. ക്ലിയർ ആയിട്ട് തന്നെ പോകണം. എപ്പോഴും കർമ്മം ക്ലെൻസ് ചെയ്ത് പോകണം. അതോടെ ബാക്കി വെക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എമൗണ്ട് അയക്കാം. അത് നിങ്ങൾക്ക് കിട്ടുന്നത് ഗുണകരമാണെങ്കിൽ മാത്രമേ ചെയ്യാവൂ. ഇല്ലെങ്കിൽ വീണ്ടും അതിന് സമയം കളയരുത്. കൂടുതൽ ചെയ്യുക. വെറുതെ അത് ഒരു വഴിക്ക് പറഞ്ഞു. രണ്ടാമത്, ക്ലാസ് നിങ്ങൾ എടുക്കണം. ഇനിയുള്ള എല്ലാ ക്ലാസ്സുകളും 21-30 ദിവസങ്ങൾ നിർത്തും. ബാച്ച് ഓരോ മാസം ഓരോ ബാച്ച് തുടങ്ങും. ആ ബാച്ചിൽ കൃത്യമായി ഇരുന്ന് പഠിപ്പിച്ച് അവർ റിസൾട്ട് എടുത്ത് എക്സാം എഴുതിക്കുന്ന രീതിയിൽ എഴുതിച്ച് റിസൾട്ട് കൊണ്ടുവന്നിട്ട് അവരെ എനിക്ക് വേദി കൊണ്ട് നിർത്തിയിട്ട് പറയണം, ദാ എൻ്റെ മില്യനെയർ, ഇവൻ മില്യനെയറായി, പൊന്നാട അണിയിക്കണം. എനിക്ക് കാലിക്കറ്റും മറ്റു പരിപാടി, കൊച്ചിൻ പ്രോഗ്രാമും ബാംഗ്ലൂർ പ്രോഗ്രാം അവിടെ വെച്ച് പൊന്നാട അണിയിക്കണം. മില്യൺ ഉണ്ടാക്കിയ ആളാണ്, ലക്ഷങ്ങൾ ഉണ്ടാക്കിയ ആളാണ്, ജീവിതത്തിൽ കുടുംബത്തിൽ ഇങ്ങനെ മാറ്റം ഉണ്ടാക്കിയ ആളാണ്, സമൂഹത്തിൽ ഇങ്ങനെ മാറ്റം ഉണ്ടാക്കിയ ആളാണ്. ഇത് ഹാപ്പിനെസ് മാസ്റ്ററി എന്ന് കിട്ടിയതാണെന്ന് എനിക്ക് പറയണമെങ്കിൽ നിങ്ങളിൽ അത് കാണണം. സെയിൽസ് ടാർഗറ്റ് ഇത്ര മാസം അച്ചീവ് ചെയ്ത ക്രോർപതിയായ ആളാണ്. ഈ മാസം LICയിൽ ക്രോർപതിയായ ആളാണ്. ഈ മാസം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഇത്ര ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്തവരാണ്. ഈ മാസം ഡയറക്റ്റ് മാർക്കറ്റിംഗിൽ ഇത്ര സമ്പാദിച്ച ആളാണ്. ഇല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ മക്കളെയും മറ്റു മരുമക്കളെയും എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ച് കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ പറ്റിയ ആളാണ്. മാനിഫെസ്റ്റ് ചെയ്ത് ഇത്ര കാര്യങ്ങൾ നേടിയ ആളാണെന്ന് എനിക്ക് പബ്ലിക്കിൽ പറയണമെങ്കിൽ നിങ്ങളിൽ അത് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ പറയൂ. ഇല്ലെങ്കിൽ ഞാൻ തന്നെ സ്വയം പറയുന്ന പോലെ ആവും എൻ്റെ കാര്യം. അതെ, ഞാൻ നേടുന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വേറെ പോയി പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾ നേടി കാണണം. അപ്പോഴാണ് എനിക്ക് സന്തോഷം ഉണ്ടാവാൻ പറ്റും. അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ യാത്ര നമുക്ക് തുടരാം. അതുകൊണ്ട് ഇതൊക്കെ കിട്ടില്ല എന്നിട്ട് ഞാൻ 20-20 മെഡിറ്റേഷൻ ചെയ്യിപ്പിച്ച 20 minutes ഇന്റൻഷൻ സെറ്റിംഗ് ഒരാളും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ എല്ലാം കഴിഞ്ഞിട്ട് ഒരാൾ പറഞ്ഞപ്പോ എന്റെ ബോധം പോയി. അവിടെ 20 minute ചെയ്ത ഇന്റൻഷൻ മുഴുവൻ തെറ്റാണ്. വാക്കുകൾ മുഴുവൻ തെറ്റായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ എങ്ങനെ സന്തോഷവാനാവും? 2 ക്ലാസ്സുകൾ അല്ലെ, റിസൾട്ട്, അമേസിങ് റിസൾട്ട് എടുത്ത് അത്രയും സന്തോഷത്തേക്ക് ഒരാളെങ്കിലും 250 ആൾക്കാരുണ്ടായാലും ഒരാളെങ്കിലും ആ ഇന്റൻഷൻ തെറ്റിച്ചിട്ടാണ് എഴുതിയെങ്കിൽ പിന്നെ എനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും? അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞു തരുന്നില്ലെന്നല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടത്. എത്ര വ്യക്തമായി ഞാൻ പറഞ്ഞു തന്ന. അപ്പോൾ അതുപോലെ തന്നെ 7 days മെഡിറ്റേഷൻ പറഞ്ഞു. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഇങ്ങനെയാണ്. ഞായർ ഇങ്ങനെയാ പോകുന്നത്. 7 ദിവസം 7 തിങ്കളാഴ്ചത്തെ മെഡിറ്റേഷൻ തിങ്കളാഴ്ചയേ ചെയ്യാൻ പറ്റുള്ളൂ. കിടക്കുന്നു. വ്യാഴാഴ്ച വന്നിട്ട് സാറേ കിട്ടിയില്ല. വ്യാഴാഴ്ചത്തെ ഇല്ല, തിങ്കളാഴ്ച വരണം. ഇനി എത്ര പ്രാവശ്യം? അത്രയും അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളെ എങ്ങനെയാണ് നമുക്ക് പോകാൻ പറ്റുക? ശ്രദ്ധിക്കുക. പറഞ്ഞ ഇത്രയാണ്. ഈ പറഞ്ഞതിന്റെ ഒക്കെ ആകത്തുക ഇത്രയേ ഉള്ളൂ. ഉദ്ദേശം വ്യക്തമാക്കുക. നമ്മളുടെ ഉദ്ദേശം എന്താണോ, ഞാൻ പറഞ്ഞതൊക്കെ ഇതിന്റെ കണക്ട് ചെയ്ത് പറഞ്ഞാണ്. നിങ്ങൾ ഇരിക്കുന്ന നിങ്ങൾക്ക് ഉദ്ദേശം വ്യക്തമല്ലാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞതൊക്കെ വന്നത്. ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വഴിയൊക്കെ പോയതേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. നമ്മുടെ സുഖവും സന്തോഷവും മറ്റവന്റെ പോക്കറ്റിലല്ല, എൻ്റെ കയ്യിലാണ്. ഞാനാണ് തീരുമാനിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഇത് ഞാൻ വീണ്ടും പറയുന്നു, ഇത് കൃത്യമായി നിങ്ങളെ പാകപ്പെടുത്തുന്ന കോഴ്സുകളാണ് ജേർണി ടു ഹാപ്പിനെസ്. അത് എനിക്ക് ഇതുപോലെ നിങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാരെ എടുത്തിട്ട് സംസാരിച്ച് പിടിച്ചു വെക്കണം.
അതിനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. നിങ്ങൾ ജോയിൻ ചെയ്യാത്തവർ എവിടുന്നായാലും താല്പര്യമുണ്ടെങ്കിൽ, മാറാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇതിൽ നിന്ന് പഠിക്കണം. ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ നമുക്ക് അതിന്റെ കൂടെ പഠിക്കാം, വിഷയമല്ല. ഇത് മാറിയാൽ, മാലിന്യങ്ങളെ മാറ്റിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. സ്ട്രെസ് ചെയ്യാൻ പറ്റുള്ളൂ. സ്ട്രെസ് യുവർ കംഫർട്ട് സോൺ. അവിടെ നിന്ന് നമ്മളെ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അതിന് നിങ്ങൾക്ക് ഊർജം വേണം, പ്രപഞ്ച ഊർജം കയ്യിൽ കിട്ടണം, അതറിയണം. ഇനി ഒരു ക്ലാസ് വരുന്നുണ്ട്, നാളെ മറ്റന്നാൾ ക്ലാസ് വരുന്നുണ്ട്. നിങ്ങളുടെ എനർജി അളക്കാനുള്ള ക്ലാസ്സാണ്. ആരും ഓൺലൈൻ ചെയ്തിട്ടില്ല. നിങ്ങൾ നിലവിലുള്ള എനർജി എത്രയാണെന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇങ്ങനെയൊന്നും എടുക്കില്ല. നിങ്ങൾ ഇൻഡയറക്റ്റ് കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ക്ലവറാണ് ഇക്കാര്യത്തിൽ. സാറിന്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ ചിരിക്കുന്ന മുഖങ്ങളെ കാണുമ്പോൾ നിങ്ങൾ എല്ലാം യെസ് 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 എന്ന് എഴുതി കിട്ടേക്കും. യെസ് എന്ന് എഴുതി വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും. പക്ഷെ യഥാർത്ഥത്തിൽ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാക്കും, സാറേ ഇന്ന കാര്യം ഇങ്ങനെയായിരുന്നല്ലോ സംഭവിച്ചത്, ഇപ്പൊ ഞാൻ എന്താ മറുപടി പറയണ്ടേ? ഇന്നലെ സംഭവിച്ച കാര്യമാണ്. മുഴുവൻ 4 Aയും 1 Bയും ഉള്ളയാൾ 100% ഓക്കെ ആണല്ലോ. ഒരു സംബന്ധിച്ച് വേറെ ഒന്നും മാറ്റില്ല, സൂപ്പർ ഓക്കെയാണ്. രാവിലെ എനിക്ക് അയച്ച മെസ്സേജ് കേട്ടിട്ട് ഞാൻ തലയിൽ കൈവച്ചു പോയി. എങ്ങനെയാണ്, ഞാൻ എന്തിനാണ് ഈ സൈക്കോളജി ടെസ്റ്റ് എടുത്തേന്നായിപ്പോയി ഞാൻ. അങ്ങനെയല്ല. അത് ഇവിടെ ഇരിക്കുമ്പോണ്ട് രാവിലെ ആ സിറ്റുവേഷൻ വന്നപ്പോ ആളെ കയ്യിൽ നിന്നെല്ലാം പോയി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോയിന്റ്, സാഹചര്യങ്ങളാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നതെങ്കിൽ പിന്നെന്താണ് സംഭവിക്കുക? സാഹചര്യങ്ങളല്ല നിയന്ത്രിക്കുന്നത്, നമ്മളാണ് സാഹചര്യങ്ങൾ സൃഷ്ടിക്കേണ്ടത്. ദേഷ്യം വരണം, ആവശ്യമാണ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഞാൻ ഇവിടെ ഇരുന്ന് എല്ലാവരും വഴക്ക് പറഞ്ഞല്ലേ, നല്ലൊരു വഴക്ക് പറഞ്ഞില്ലേ? ദേഷ്യമൊക്കെ കാണിച്ച് 1% പോലും വരില്ല അകത്ത്. അത് പ്രകടിപ്പിക്കണം. അങ്ങനെ ചില സമയത്ത് ആവശ്യമാണ് അല്ലേ? ചെറിയ കുഞ്ഞിനോട് ഈയടാ അവിടെ എന്ന് പറയേണ്ടി വരും. എന്ന് വെച്ചാൽ ദേഷ്യമാണോ? ദേഷ്യമല്ലത്. പക്ഷെ ആ സംഭവം, ആ മോഡുലേഷൻ നമ്മളുടെ പദവിക്കും പൊസിഷനും സിസ്റ്റത്തിനനുസരിച്ച് വ്യക്തമാണ്. പക്ഷെ സാഹചര്യങ്ങളിൽ നമ്മൾ ആവരുത്, നമ്മൾ നമ്മുടെ സാഹചര്യത്തെ സൃഷ്ടിക്കണം. ഇത് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയാണ്. കൃത്യമായി ഇന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യമാണ്, ഇതൊക്കെ മാറാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ദിശാബോധം നൽകണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എനിക്ക് ആഗ്രഹമുണ്ട്, അതിന് കൃത്യമായ ദിശ എനിക്ക് വേണം, ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഊർജത്തിന്റെ നിയമം നിങ്ങൾക്ക് അറിയണമെങ്കിൽ, ലോക നിയമം അല്ലെ, ലോകത്തൊരു തത്വമുണ്ട്. അയൽവാസി പറയുന്നതോ, ചേച്ചി പറയുന്നതോ, അമ്മായിയമ്മ പറയുന്നതോ, അമ്മായിയപ്പൻ പറയുന്നതോ, ഭർത്താവ് പറയുന്നതാണോ ലോക നിയമം? അല്ല. ലോകത്തിന് നിയതിയുണ്ട്, അതറിയണം. ഊർജത്തിന് നിയമം മാത്രം, ലോകത്തിന് സിസ്റ്റം ഉണ്ട്. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ തന്നെ ചലിക്കണം? അത് ഇങ്ങോട്ട് ചലിച്ചൂടെ? ഭൂമിക്ക് കറക്കം എന്താ? ക്ലോക്ക് വൈസിലാണ്, ആന്റി ക്ലോക്ക് വൈസ് ഇറങ്ങി എന്താ കുഴപ്പം? അത് നാളെ മുതൽ ഞാൻ ആന്റി ക്ലോക്ക് ഇറക്കും. നിങ്ങൾ എല്ലാവരും ഞാൻ പറഞ്ഞത് ആരും കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഇവിടെ ആരും ശ്രദ്ധിക്കുന്നില്ല, ഞാൻ തിരിച്ചു ഇറങ്ങുക എന്ന് പറഞ്ഞാൽ തീർന്നില്ല നമ്മുടെ കാര്യം. അതിനൊരു നിയമമുണ്ട്, അതറിയണം. എന്താണ് എൻ്റെ ആനന്ദം എന്നറിയണം. അത് അറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കണം. സാഹചര്യങ്ങളെ നമ്മുടെ വരുതിയിൽ നിർത്താൻ നമുക്ക് പറ്റണം. നമ്മുടെ ചിന്തകൾ നമ്മുടെ വാസ്തവങ്ങളാക്കി മാറ്റണമെങ്കിൽ നമ്മുടെ വാസ്തവം എന്തായിരിക്കണമെന്ന് നമ്മൾ ആദ്യം അറിയണം. സുഖവും സമാധാനം ഉണ്ടാവണമെങ്കിൽ അത് നമ്മൾ അറിയണം എന്താണിത്. മറ്റുള്ളവൻ പറയുന്നതല്ല എൻ്റെ സുഖവും സമാധാനം, അങ്ങനെ ആവരുത്. ആത്മീയമായി ഉയരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആത്മീയത എന്താണെന്നറിയണം. ഹരിയോം ഹരിഹരി എന്ന് പറഞ്ഞ് രാവിലെയും വൈകിട്ടും 3 നേരം അമ്പലത്തിൽ പോകുന്നതേ അല്ല ആത്മീയത. അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, എത്ര പ്രായമുണ്ടോ ഞാനിവിടെ പറയുന്നു, നിങ്ങൾ ആത്മീയത ഒരു അംശവും പോലും അറിയില്ല. എനിക്കറിയാന്നല്ലോ കേട്ടോ ഈ പറഞ്ഞത്, എല്ലാം അറിയാന്നല്ലോ കേട്ടോ, സോറി. ഞാനൊരു ഒരു ശതമാനമുള്ള വെറും ഒരു ശിശുവാണ്. ഇനി ഒരുപാട് പ്രപഞ്ച സത്യങ്ങൾ അറിയാം. അമ്പലത്തിൽ പോകണ്ടെന്നല്ല, അതല്ല ആത്മീയത. അതൊരു ആരാധന മാത്രമാണ്. അത് നിങ്ങൾക്ക് അമ്പലത്തിൽ ചെയ്യാം, വീട്ടിൽ ചെയ്യാം, എവിടെയും ചെയ്യാം. ആരാധന വേറെയാണ്, വിശ്വാസം വേറെയാണ്, ആത്മീയത വേറെയാണ്. ഇതെല്ലാം വേറെയാണ്. ഇതറിയാനും പഠിക്കാനും ചെയ്യാനും താല്പര്യം, നിങ്ങളെ സ്വയം ഉയർത്താൻ, എല്ലാം അറിയാനും പഠിക്കാനും താല്പര്യം എന്ന് പറയുമ്പോൾ നിങ്ങളെ സ്വയം ഉയർത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അത് തീരുമാനിച്ചാൽ മാത്രം മതി, മാറ്റം നടന്നിരിക്കും. അതിനുവേണ്ടി നിങ്ങൾക്ക് കുറച്ച് ചെറിയ കാശ് ചെലവാക്കുക. അവനവന്റെ ആത്മാവിന്, സുഷ പറഞ്ഞതാണ്, അവനവന്റെ ആത്മാവിനെ അറിയാനുണ്ടെങ്കിൽ
ജേണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന കോഴ്സ് ചേരുക. പഠിക്കാൻ വേണ്ടി മാത്രം ചേരുക അല്ല, അറിയാനും മാറ്റാനും വേണ്ടി ചേരുക. ഇത് കൃത്യമായി ഇത് തന്നെ പറഞ്ഞു. കാരണം എനിക്ക് ഇന്ന് അത്ര കണ്ട് ഞാൻ ഈ ക്ലാസ്സിൽ രാവിലത്തെ ക്ലാസ് എടുക്കുമ്പോഴും ആൾക്കാർ വരാത്തതും ആൾക്കാർ മനസ്സിലാക്കാത്തതും ചെയ്യാത്തതായിട്ട് ഞാൻ വീണ്ടും അതുകൊണ്ട് ഞാൻ ഒറ്റയടിക്ക് കോഴ്സിനെ മാറ്റി എന്ന് പറയാണ്. അടുത്ത തലങ്ങളിലേക്ക് അത്രയും പിടിച്ചു കൊണ്ടുപോയി നിങ്ങളെ മാറ്റാൻ തയ്യാറായിട്ടാണ് ഞാൻ നിൽക്കണേ. താല്പര്യമുള്ളവർക്ക് കയറി വരാം. ഇത്രയും കൃത്യമായി പറഞ്ഞു. ഇത്രയും സംഭവങ്ങളാണ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ വീണ്ടും പറഞ്ഞു പോകാം, വീണ്ടും അത് തന്നെ പറയാം. വെറുതെ കാശ് തന്നിട്ട് മാറ്റമുണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വരരുത്. ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം എന്താ അറിയോ, എനിക്ക് ആ കാശ് കിട്ടിയിട്ട് സംഭവം ഉണ്ടാക്കാനല്ല. നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകുമ്പോൾ മാത്രമേ ഞാൻ സംതൃപ്തനാവുള്ളൂ. ആ മാറ്റം തുടങ്ങിയിട്ട് നിങ്ങൾ ഏതെങ്കിലും വേദി കൊണ്ടുപോയിട്ട് പറയണം, ഉഷാ ദാമോദരൻ കണ്ടോ, ഇന്നുണ്ടായാൽ ഇന്നതാണ്, ഇന്ന് മാറി. രാജൻ എവിടെ ഉണ്ടായത് ഇന്ന സ്ഥലത്തേക്ക് മാറി എന്ന് ലോകത്തിന് മുമ്പേ പറയണമെങ്കിൽ അത് രാജന്റെയും ഉഷാ ദാമോദരന്റെ അടക്കെ ഒരാൾ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, മാറ്റമുണ്ടാക്കി കാണിക്കുക. അപ്പോൾ മാത്രമേ ഞാൻ ഇത്രയും കാലം ചെയ്ത തപസ്സിന് റിസൾട്ട് എനിക്ക് കാണുള്ളൂ. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റിട്ട് വൈകിട്ട് 10:30 മണി വരെ ഞാൻ ഇരുന്നിട്ട് ഉപാസന പോലെ ഇതെല്ലാം പഠിച്ച് ശ്രദ്ധിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് 5-6 മണിക്കൂറും ഒക്കെ ഇരുന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കൃത്യമായ ഉദ്ദേശമുണ്ട്. നമ്മുടെ കൂടെയുള്ള ആൾക്കാർ മാറണം, അവരെ മാറ്റണം എന്നുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ട് തന്നെയാണ് എനിക്ക് മാറണം. എൻ്റെ ആദ്യത്തെ ഉദ്ദേശം എനിക്ക് മാറണം. അപ്പൊ എൻ്റെ മാറ്റം എന്ന് പറയുന്നത് ഞാൻ ലോകരിൽ എത്തുക എന്നതാണ് എൻ്റെ ആദ്യത്തെ മാറ്റം. എനിക്ക് ലോകരിലെത്തി ലോക നന്മയ്ക്കായി പ്രവർത്തിക്കുക എന്നതാണ് എൻ്റെ മാറ്റം. അങ്ങനെയെങ്കിൽ എനിക്ക് ആൾക്കാരെ മാറ്റി കാണിക്കണം, എങ്കിൽ മാത്രമേ പറ്റൂ. എനിക്കൊരു മോസ്റ്റ് ഇൻഫ്ലുവൻസ് പേഴ്സൺ എന്നുള്ള ഒരു അവാർഡ് വാങ്ങിക്കണമെങ്കിൽ ഞാൻ ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കണം. ഇൻഫ്ലുവൻസ് ആവണമെങ്കിൽ എൻ്റെ കൂടെ ഉള്ളവർ മാറ്റം ഉണ്ടാക്കിയാൽ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് മാജിക് പോലും മിറാക്കിൾ പോലും മോളിൽ എടുത്ത് കൊണ്ടാ പിടിച്ചോ മാറ്റി ഇത് മോസ്റ്റ് മാറി എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ സിസ്റ്റം ഇല്ല ലോകത്ത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞത് അതിനുള്ളവർ മാത്രം വന്നാൽ മതിയെന്നേ, മറ്റെല്ലാവരും വരേണ്ടത്. റെഡിയാണോ എല്ലാവരും? ഇത്രയും കേട്ടപ്പോ എല്ലാം റെഡിയാണോ? റെഡിയല്ലേ? ഇപ്പൊ ആലോചിക്കണ്ട, സാറ് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചു നിർത്തുമല്ലേ, പിടിച്ചു നിർത്തുക തന്നെ ചെയ്യും, നിർത്തി തന്നെ ഇല്ല. അല്ലാത്തൊരു സമയമില്ല. നമുക്ക് വെറുതെ കളിയാൻ സമയമില്ല. ഇനി സമയമില്ല. 10, 40, 50 ഒക്കെ ആയി. ഇനി വളരെ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. കളിക്കാനുള്ള സമയമില്ല. ഇനി സീരിയസ് ആണ്. ജീവിതത്തെ സീരിയസ് ആയിട്ട് എടുക്കുന്നവർക്ക് മാത്രം മതി. കളിക്കാനുള്ള സമയം കഴിഞ്ഞു. അതൊക്കെ ചെറിയ കാലത്ത് കളിച്ചു കഴിഞ്ഞു. ജീവിതത്തിൽ ജീവിതത്തെ സീരിയസ് ആയി കാണുന്നവർക്ക് മാത്രം മതി. അത്രയും മാറ്റമുണ്ടാകുന്നു. ഞാൻ ഇതേ കാര്യം ഇത്രയും വ്യക്തമായി നമ്മുടെ US നിന്ന് മാധവേട്ടനോട് പറഞ്ഞപ്പോൾ മാധവേട്ടൻ റെഡിയാണ്. പക്ഷെ മാധവേട്ടൻ ഇപ്പോഴും അവിടെ എനിക്ക് പറ്റുമോ, ഞാൻ ചെയ്യുമോ, ഇത് ചെയ്യുമോ എന്നുള്ള കൺഫ്യൂഷൻ വെയിറ്റ് ചെയ്യരുത് മാധവേട്ടാന്ന്. സമയമില്ല. കുറേ സമയം എടുക്കുന്നു മാറി വരാൻ. ഒരു സുപ്രധാ പിടിച്ചോ ടാബ്ലറ്റ്സ് തന്നിട്ട് കഴിച്ചാൽ നിങ്ങളുടെ എല്ലാ അസുഖം മാറുമെന്ന് പറഞ്ഞ പരിപാടിയല്ലത്. ടൈം എടുത്ത് ചെയ്യണം. ഓരോ ആളിലും ഇതിനെല്ലാം മുമ്പ് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. കർമ്മ നിയമം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എന്താണോ നമ്മൾ നൽകിയത് അത് തിരിച്ചനുഭവിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല. അത് എന്തൊക്കെ ഉണ്ട് എന്ന് നമ്മൾ അറിയണം. ക്ലൻസിങ് നടത്തേണ്ടി വരും. ഓരോ ആളും എന്തൊക്കെ സംഭവിച്ചു എന്നറിയില്ല. അത് ഈ ജന്മമാകാം, മുൻജന്മം, അങ്ങനെ പല വിശ്വാസങ്ങളുണ്ട്. എന്തായാലും എനർജിയിൽ ഉണ്ടാകുന്ന ഇംപ്യൂരിറ്റീസിനെ മാറ്റാൻ ടൈം എടുത്ത് ചെയ്യണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ മനസ്സിനെ അത് അങ്ങനെ പറയാണ്ട് ഇങ്ങനെ പറയാം, അതാണ് എളുപ്പം. ലോകത്ത് ഇന്നേ വരെ കണ്ടുപിടിക്കാത്ത ഒരു ഉപകരണം എന്താണെന്ന് ഒരു കാര്യത്തിൽ മാത്രം ലോകത്ത് ഇന്നേ വരെ ഒരു ഉപകരണം കണ്ടുപിടിച്ചിട്ടില്ല. അതിന്റെ പേരെന്താണെന്നറിയോ? എന്തിനെ പറ്റിയായിരിക്കും എന്നറിയോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മനുഷ്യന്റെ മനസ്സിനെ അളക്കുന്ന ഒരു ഉപകരണവും ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ല. മൈൻഡ് റീഡിംഗ് എന്ന് പറയുന്ന ഒരു സാധനത്തെ ഇന്നേ വരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്തുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ലെങ്കിൽ എന്നെ മാറ്റപ്പെടുത്താൻ, അതുകൊണ്ടാണ് ഈ കർമ്മമൊക്കെ വരുന്നത്. നമ്മൾ പറയാതെ ചിന്തിച്ച് കൂട്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ
ബാധകമായി വരും. അതിന് സമയമെടുക്കും. അതിന് നമ്മൾ മാറാൻ തയ്യാറായി നിൽക്കുക തന്നെ വേണം. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഇതിന്റെ സമയം നിങ്ങൾക്കായിട്ടില്ലെങ്കിൽ, സ്വയം ആ മാറാനുള്ള കർമ്മത്തിന്റെ സമയം നിങ്ങൾക്കായിട്ടില്ലെങ്കിൽ ഈ ക്ലാസ്സിൽ വന്നിരിക്കാനുള്ള അർഹത പോലും ഉണ്ടാവില്ല. ഈ ക്ലാസ്സിൽ ഇരിക്കാനുള്ള യോഗ്യത പോലും ഉണ്ടാവില്ല. അവർ ശ്രദ്ധിക്കുക പോലുമില്ല ഈ സാധനത്തെ. അതിന്റെ അർത്ഥം അവർക്ക് ആ സമയമായിട്ടില്ല. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാം. നിങ്ങൾ ഇത് ആരോടെങ്കിലും പോയി പറഞ്ഞിട്ട് നീ ഇവിടെ വന്നോളൂ എന്ന് വലിച്ചു കൊണ്ടുവന്നിട്ട് പിടിച്ചിരുത്തിയിട്ട് ഒരു കാര്യവുമില്ല. അങ്ങനെ ആരും ചെയ്യേണ്ടതില്ല. അവരവരെ സമയമാകുമ്പോൾ അവർ തേടിയെത്തിക്കോളും. ഗുരുവിനെ തേടി പോവുകയാണ് ചെയ്യുന്നത്. ഗുരു ഒരിക്കലും ശിഷ്യരിലേക്ക് നടന്നെടുക്കില്ല. എന്നുവെച്ചാൽ ഗുരു എന്നല്ല ഉദ്ദേശിച്ചത്. അതായത് മാറാൻ സമയമാകുമ്പോൾ അവരവര് ശങ്കരാചാര്യർ 13ാമത്തെ വയസ്സിൽ കാലടി നിന്ന് യാത്ര ചെയ്യുമ്പോൾ ആദ്യം പോയിട്ടൊരു അമ്പലത്തിൽ പോയി പറഞ്ഞു, ഞാൻ പോവുകയാണ്, എനിക്ക് യാത്ര പോകണം, ഗുരുവിനെ കാണണം. അങ്ങനെ ഗുരുവിനെ തേടി ആദ്യത്തെ ഗുരുവിൻ്റെ അടുത്തെത്തി. ചോദിച്ചപ്പോൾ പറഞ്ഞു സമയമായില്ല. അവിടുന്ന് വീണ്ടും യാത്ര ചെയ്തു. വീണ്ടും പറഞ്ഞു സമയമായില്ല. അടുത്ത ഗുരുവിനെ തേടി മൂന്നാമത്തെ ഗുരുവിനെ തേടിയെത്തി. 3 ദിവസം താമസിച്ചിട്ടും ഗുരു പറഞ്ഞു ഇപ്പൊ ഗുരുവിന്റെ സന്ദേശം വന്നു, ഇപ്പൊ പോയിക്കോ, സമയമായില്ല. അവസാനം ഗോവിന്ദ ഗുരുവിന്റെ അടുത്ത് എത്തിയിട്ട് 4 ദിവസം 5 ദിവസം പുറത്തെ പണികളൊക്കെ ചെയ്തിട്ട് ഒരു ദിവസം ദർശനം നൽകി, കാത്തിരിക്കൂ ഞാൻ പറയാമെന്ന്. അങ്ങനെ എത്രയോ മാസങ്ങൾ അവിടെ ഇരുന്നിട്ടാണ് ആദ്യത്തെ ഗുരു പക്ഷം എത്തിയത്. കാലടിയിൽ നിന്നും എത്രയോ സ്ഥലം എനിക്ക് ഓർമ്മയില്ല, ഏതോ സ്ഥലത്ത് എത്തിയിട്ടാണ് ആദ്യത്തെ ഗുരുവിനെ. പിന്നെയാണ് ലോക ഗുരുവായി മാറിയത്. ഇതിന് സമയമുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും മതിയെന്ന് തോന്നുന്നു. എല്ലാവരും റെഡി ആണെങ്കിൽ നിങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ യൂട്യൂബ് കാണുന്നവർക്കോ അല്ലെങ്കിൽ ഇവിടെ ക്ലാസ്സിലിരിക്കുന്നവർക്കോ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണകരമായി മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുരുദക്ഷിണ മറക്കാതിരിക്കുക. അത് എത്രയാണെന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. കാരണം എമൗണ്ടിന് വേണ്ടിയല്ല ഈ പറയുന്നത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ലഭിക്കുന്ന അറിവിന് ആ കർമ്മം നിങ്ങൾക്ക് അവിടെ ക്ലാരിഫൈ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കർമ്മം വീണ്ടും പിടിച്ചു നിർത്തരുത്. ഇനി ഇനി അടുത്ത സ്റ്റെപ്പ് ഹാപ്പിനെസ് മാസ്റ്ററി ഹബ്ബ് പോകുന്നത് കുറച്ചും കൂടി സ്പിരിച്വൽ ആണ്. പണം നമ്മൾ ഇത്രയും സംസാരിച്ചു, പണത്തെ സ്പിരിച്വൽ കണക്റ്റിലേക്ക് പോയി. ഇനി നമ്മുടെ സംസാരമൊക്കെ സ്പിരിച്വൽ മണിയെ പറ്റിയിട്ടാണ്. വാട്ട് ഈസ് സ്പിരിച്വൽ മണി? എല്ലാവർക്കും താല്പര്യമുണ്ടല്ലേ? ഞാനിവിടെ ഒരു കാര്യം കൂടി അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഒരു മതവുമായോ ഒരു ഇതുമായിട്ടോ യാതൊരു തര കമ്മിറ്റ്മെന്റുമില്ല. ഞാൻ ജനിച്ചത് ഏത് മതമാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ആരും ഏതാണെന്ന് എവിടെ എഴുതി വെച്ചെന്ന് എനിക്കറിയില്ല. എനിക്കെല്ലാം ഒരുപോലെയുള്ളൂ. ഞാൻ എല്ലാത്തിനും ഏകമായി കാണുള്ളൂ. ചിലപ്പോൾ ചില സാധനാകർമ്മങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടുതൽ എന്താണോ കാണുന്നത് അതിൻ്റെ കൂടെ പോകുന്നതേ ഉള്ളൂ. മറ്റൊരു സ്ഥലത്ത് പോയാൽ അതും ഞാൻ അക്സെപ്റ്റബിൾ ആണ്. എനിക്ക് അങ്ങനെ ഒരു തരത്തിലും കണ്ടീഷനില്ല. കാരണം എല്ലാം ഒന്നാണ്, സർവവും ഏകമയം എന്ന് വിശ്വസിക്കുന്ന പ്രകൃതിയുടെ സത്യത്തിൽ ദൈവം ഒന്നേ ഉള്ളൂ എന്ന്, അത് നിങ്ങൾ ഏത് വഴിയെ വിളിച്ചാലും എനിക്ക് അക്സെപ്റ്റബിൾ ആണ്. എല്ലാത്തിലും ഞാനുണ്ട്, എല്ലാത്തിലും തത്വമസി, അത് നീ തന്നെ ആകുന്നു. ഇപ്പൊ തത്വമസി എന്ന് പറയുമ്പോൾ എനിക്ക് അതിന്റെ അറബിക്ക് വേർഡ് അറിയാത്തതുകൊണ്ടാട്ടോ. എനിക്കറിയില്ല, ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിന്റെ ലാറ്റിൻ വാക്ക് എനിക്കറിയില്ല. ഇതിപ്പോ കേട്ട് പഠിച്ച് അറിഞ്ഞുകൊണ്ട് തത്വമസി എന്ന് പറയുന്നു. അതിന്റെ അറബിക് വേർഡ് പറഞ്ഞു തന്നാൽ അതും തുടങ്ങാം. അറബിക് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ഇതിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. മുസ്ലിം ഏതായാലും എന്നെ സംബന്ധിച്ച് ഒന്നാണ്. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും അങ്ങനെ എന്താ പറയാ, ഇപ്പൊ മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊന്നും അല്ല മെഡിറ്റേഷൻ പോകുന്നത്. അതൊരു സിസ്റ്റമാണ് മെഡിറ്റേഷൻ. ആ ഒരു സിസ്റ്റം, മറ്റൊരു സിസ്റ്റം മെഡിറ്റേഷൻ, അങ്ങനെ വിവിധമായ മെഡിറ്റേഷൻസുകൾ ഉണ്ടാവും. അതിൽ നിങ്ങൾ ചൂസ് ചെയ്യണം നിങ്ങൾക്ക് ഏതാ വേണ്ടത്. എല്ലാത്തിനും ചാടിക്കയറരുത്. എനിക്ക് എന്താണ് വേണ്ടത്, വാട്ട് ഐ നീഡ്, ക്വസ്റ്റ്യൻ നമ്പർ 1, അതിന്റെ ഉത്തരത്തിലായിരിക്കും പോകേണ്ടത്. അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തോടെ ഇവിടെ വാങ്ങുന്നു. നാളെ ദുബായ് പ്രോഗ്രാമാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക നല്ലൊരു പ്രോഗ്രാമായി മാറാനായിട്ട്. അത് കഴിഞ്ഞിട്ട് സമയം ലേറ്റ് ആക്കണ്ട. ഡേറ്റ് ഫിക്സ് ആണ്. കാലിക്കറ്റ് പ്രോഗ്രാം ഡിസംബർ 8-ാം തീയതി. ഇനി ഒരു മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് വരാൻ ആഗ്രഹിക്കുന്നവർ ഒരു ടോക്കൺ അഡ്വാൻസ് എങ്കിലും കൊടുത്തിട്ട് ബുക്ക് ചെയ്യുക. കാരണം അതിനനുസരിച്ച് വേണം ഹോട്ടൽ ബുക്ക് ചെയ്യാനായിട്ട്. ഹോട്ടലിൽ എത്ര വലിപ്പം വേണം. അവസാനം 100-400 ആൾക്കാർ വന്നാൽ 150 പേരുടെ ഹോട്ടൽ ബുക്ക് ചെയ്താൽ ഞാൻ വിട്ടുപോകും. അവർക്ക് പൈസയൊക്കെ കൊടുക്കേണ്ടി വരും.
അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വരാൻ ആദ്യം ആഗ്രഹമാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഒരു കൺഫർമേഷൻ കൊടുക്കുക. അതായത് നമ്മൾക്ക് അതേ മെത്തേഡ് ഫസ്റ്റ് നമ്മളെ ആഗ്രഹം കൺഫർമിറ്റി, അതിന് ഒരു കൺഫർമിറ്റി കൊടുക്കുക, പിന്നെ അത് സംഭവിക്കും. ഇതല്ലേ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹം ഞാൻ വരുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് പറഞ്ഞ് 100 രൂപ 200 രൂപ 500 രൂപ അടിച്ചിട്ട് കൺഫേം ചെയ്യുക. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങളുടെ മനസ്സിൽ കൺഫർമിറ്റി, എനിക്ക് പോകണം എന്നുള്ള കൺഫർമേഷൻ നടക്കും. അപ്പോൾ നിങ്ങളെ കൊണ്ട് സാധ്യമാകും. ഇത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നില്ലേ? കൊച്ചി പ്രോഗ്രാമൊക്കെ അങ്ങനെ ഒരുപാട് ആൾക്ക് സംഭവിച്ചത്. അപ്പോൾ ഗുഡ് നൈറ്റ്, താങ്ക് യു വെരി മച്ച്, താങ്ക് യു. സംസാരിക്കാനുള്ളവർക്ക് സംസാരിക്കാം. വെള്ളത്തെ കുറിച്ച്. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. ആർക്കെങ്കിലും എന്തെങ്കിലും ഹാപ്പി ന്യൂസ് പറയാണ്ട് പറഞ്ഞോളൂ കേട്ടോ. Thank you, sir. Thank you, sir. Thank you, sir. Thank you so much. Thank you so much. Thank you. Thank you, sir. അച്ചു ഇതൊന്ന് Thank you, sir. സുധീഷ് സാറെ കീപ്പ് ഇറ്റ് അപ്പ്. സുധീഷ് സാറിന്റെ അടുത്തല്ലേ അടിപൊളി, നന്നായിട്ട് ന്യൂസ് വരുന്നുണ്ട് കേട്ടോ. എന്താ തീർന്നറിയ ന്യൂസ് കേൾക്കാൻ അടിപൊളി. ഇതിന്റെ ഇടയിൽ അതും കൂടി നടക്കണം, അപ്പോഴാണ് സുഖം ഉണ്ടാവുക. അല്ലെ? അവിടെ തന്നെ വന്നത് ഗിരിജയുടെ അടുത്താണ്. അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, ഒന്ന് കേൾക്കുവോ? അപ്പൊ പറഞ്ഞോളൂ മാം. കാര്യം പറയാനുണ്ടായിരുന്നു, ഒന്ന് കേൾക്കുവോ? പറഞ്ഞോളൂ വെൽക്കം. എല്ലാവർക്കും കേൾക്കേണ്ട കാര്യമാണ്. അല്ല ഇങ്ങനെ ഇടയ്ക്കൊരു പ്രകാശത്തിന്റെ ചോട്ടിൽ പോയിരുന്നപ്പോ എനിക്കൊരു ഇത്തിരി പ്രകാശം കിട്ടി. അത് കാരണത്താൽ ഞാനൊരു കടയിൽ ഇപ്പൊ സ്ഥിരം ഇരിപ്പായി. അല്ല, ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ സ്ഥിരമായി പോകുമെന്നൊരു സംശയമുണ്ട് ഇപ്പൊ. പിന്നെ പറയാനുള്ളത്, സത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പേ പറഞ്ഞില്ലേ എന്താണ് അത്ഭുതം എന്ന് ചോദിച്ചില്ലേ? ഈ അത്ഭുതം ഞാൻ അനുഭവിച്ചറിഞ്ഞത് സത്യമായിട്ടും അത്ഭുതം ഒരു പ്രതിഭാസമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ ദിവസം ഞാൻ ഓരോരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴല്ലോ ആദ്യം മാനിഫെസ്റ്റ് ചെയ്യും. അപ്പൊ ഞാന് സാറിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. സാറിന്റെ ചില വേർഡുകളിലെ എന്താപ്പാ തളർന്നു കിടന്നവനും ചാടി ഇണ്ണീറ്റ് കരണത്തടിക്കുമെന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തളർന്നു കിടന്നവനും ചാടി ഇണ്ണീറ്റ് ഊർജത്തോടു കൂടി ഓരോ പണിക്കിറങ്ങും എന്നുള്ളത് സാറിന്റെ ചില വേർഡുകളിൽ മനസ്സിലായി. അല്ല, ഈ അത്ഭുതം എന്ന് നിങ്ങൾ പറഞ്ഞ എല്ലാരെയും പഠിപ്പിക്കുന്നുണ്ടല്ലോ. ആ അത്ഭുതത്തിന് അകത്തൊരു എന്താ പറയാ, ഒരു തുള്ളിക്കകത്തിൽ ഒരു കടൽ ഒതുങ്ങുമെന്ന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ സാറിൽ ഒരു കടലല്ല ഒതുങ്ങിയിരിക്കുന്നത്, ഒരു പ്രപഞ്ചം തന്നെ, ഒരു പ്രതിഭാസം ഉണ്ടായിരിക്കുന്നു. ഞാനൊരു എഴുത്തുകാരി ആയതുകൊണ്ടൊന്നും അങ്ങനെ പറയുന്നല്ല കേട്ടോ. റിയലി എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല സാറിനോട്. അത്രമാത്രം സാറിന്റെ ചില വേർഡുകള് എന്നിലേക്ക് ഉണ്ടാക്കി തന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്രതികാരം എന്നുള്ളതില്ല, ആരോടും വൈരാഗ്യം എന്നുള്ളതില്ല. എങ്കിലും ചിലതൊക്കെ കാണുമ്പോ എനിക്ക് തോന്നാറുണ്ടായിരുന്നു പ്രതികരിക്കണമെന്ന്. പക്ഷെ ഇപ്പം കർണത്തടിച്ചാലും പ്രതികരിക്കാതായി. അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി, കണ്ടോ ഇപ്പൊ സാറിനെ വിയർക്കാൻ തുടങ്ങി അല്ലെ? ഉള്ളിലുള്ള ഒരു ചൂട് എനിക്കും അതുപോലെ ആയിരുന്നു. ഞാനും ഇതേ വിയർത്തോണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതാണ് ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഒരു അത്ഭുതം. സത്യമായിട്ടും എന്റെ കടയ്ക്ക് എത്രമാത്രം പുരോഗമനം ഉണ്ടായി എന്ന് സാറിനോട് അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭയങ്കര പുരോഗമനം ഉണ്ടായി. എല്ലായിടത്തും പോയി കുറേയേറെ പർച്ചേസിങ് നടത്തി. ഏറെ സന്തോഷം. റേഞ്ചിന്റെ വിഷയം എന്നാണ്. ഏറെ സന്തോഷം. സത്യം പറഞ്ഞ് ഞാൻ വേർത്തു പോയി കേട്ടോ. സത്യം റേഞ്ചിന്റെ വിഷയം അല്ല, അതാ പറഞ്ഞ ഒരു പ്രകാശത്തിന്റെ ചുറ്റും ഇരിക്കുന്ന ഇത്രയും ഊർജം സാറോ ഞങ്ങളുടെ ഇത്രയും പേരുടെയും നെഗറ്റീവ് സാർ അബ്സോർവ് ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ നിന്നും ആ പ്രസരിക്കുന്ന ഊർജം ഞങ്ങളിലേക്ക് എന്താ പറയാ കൂടുതൽ എനർജി ഉണ്ടാക്കി തരികയാണ്. അതാണ് അത്ഭുതം. ഒറ്റ വേർഡിൽ ഞാൻ അതിന് മറുപടി പറഞ്ഞു, യു ആർ ഗ്രേറ്റ്. നിങ്ങളുടെ പ്രതിഭാസത്തിന് ശുദ്ധ ഒരു ചലവം ഞങ്ങൾ ഇങ്ങനെ പറക്കുമ്പോ ഞാൻ ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് ദൈവം എന്നെ, അല്ലെങ്കിൽ അങ്ങനെയല്ലേ നമ്മൾ വിളിക്കാൻ പറ്റുക.
ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അതിനെ അതെ തീർച്ചയായിട്ടും മാക്സിമം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ നിഷ്കാമമായി ചെയ്തു പോകുക എന്ന പ്രക്രിയ മാത്രമേ ചെയ്യുന്നുള്ളൂ. നിഷ്കാമമായി ചെയ്തു പോവുക. അത് നമുക്ക് ചെയ്യാൻ ഇനിയും ചെയ്യാൻ പറ്റട്ടെ. വർഷങ്ങൾ ഒരു ചെയ്യാൻ പറ്റട്ടെ. നിഷ്കാമിക്ക് ഒരിക്കൽ പോലും പ്രവൃത്തിയില് ആണെന്ന് അല്ലെ നിഷ്കാമ കർമ്മം ചെയ്യുമ്പം ആ നിഷ്മയ്ക്ക് ചുറ്റും എത്ര പേര് കാമിച്ചുകൊണ്ട് വരുന്നു എന്നറിയാമോ? കാമം മറ്റേ കാമം അല്ല ഞാൻ പറഞ്ഞത്, അവർക്ക് തെറ്റിദ്ധരിക്കണ്ട. അത് പ്രപഞ്ചത്തിന്റെ നിയമമുണ്ട്. അത് ഓർത്ത് നാവിലൂടെ മിഴികളിലേക്ക് ആ ഊർജം ഇങ്ങനെ അബ്സോർവ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ. സത്യമായിട്ട് ഞാൻ നമിച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും ഞാൻ ഇങ്ങനെ സാറിനെ മാനിഫെസ്റ്റ് ചെയ്യും. സാറിലൂടെ കിട്ടുന്ന ആ ഊർജം ഞാൻ ഇങ്ങനെ റേക്കി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മറ്റോരോ കാര്യം ചെയ്യുമ്പോഴും ഓരോ അതാണ് ഇതാണ്. പക്ഷെ ഇപ്പൊ അതൊക്കെ വിട്ടു. മുമ്പേ പറഞ്ഞ ഓരോ അമ്പലത്തിലും പോകണ്ട, ഒരു വേർഡ് മാത്രം ചിന്തിച്ചാൽ മതി. ഊരിന്റെ പ്രവാഹം എവിടുന്നാണെന്ന് മനസ്സിലാക്കി. Thank you, ma'am. ഉത്തരവാദിത്ത ബോധം എന്തായിരിക്കണമെന്ന് ആത്മാർത്ഥതയോടുകൂടി പഠിപ്പിച്ചു തന്നു. Thank you. ഇനിയുള്ള യാത്രയിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു. നമ്മൾ ടൈം കൂടി തന്നു. ഓക്കെ, താങ്ക് യു. എത്രയോ വാക്കുകളില്ല പറയാൻ. Thank you, sir. Thank you. താങ്ക് യു. താങ്ക് യു. Thank you, sir. Thank Thank you you so very much. much. Good night. Thank you, അപ്പൊ sir. എല്ലാവർക്കും ശുഭരാത്രി. Thank you, sir. Good night, sir. ശ്രദ്ധിക്കുക, കാലിക്കറ്റ് പ്രോഗ്രാം എല്ലാ നമസ്കാരം. Thank you, sir. താങ്ക് യു. താങ്ക് യു. എനിക്ക് അങ്ങനെയുണ്ട്. കാലിക്കറ്റ് പ്രോഗ്രാം വരുന്നവർക്ക് Thank you, sir. Thank you, sir. Thank you. താങ്ക് യു. കാലിക്കറ്റ് പ്രോഗ്രാം വരുന്നവർ ഒന്ന് കൺഫേം ചെയ്യണേ. എല്ലാവരും ചെറിയൊരു എമൗണ്ട് ടോക്കൺ അഡ്വാൻസും കൊടുത്തിട്ട് കൺഫേം ചെയ്യണം കേട്ടോ. എല്ലാവരും വരുന്നവർ വെച്ചാൽ ഇനിയിപ്പോ നമുക്ക് സമയം അതിനനുസരിച്ച് ഹോട്ടലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ഇപ്പൊ ഇന്ന് പറഞ്ഞത് ജേർണി ടു ഹാപ്പിനെസിനെ പറ്റിയിട്ടാണ്. അതിൽ വേണ്ടവർ ജോയിൻ ചെയ്തുക. അഡ്മിനെ വിളിച്ചിട്ട് നേരെ ജോയിൻ ചെയ്തുകൊള്ളുക. പക്ഷെ അത് അടുത്ത ക്ലാസ് ഒറ്റയടിക്ക് പ്രസീത പുതിയ ഇനിയിപ്പോ ജോയിൻ ചെയ്യുന്നവരെ ഒറ്റയടിക്ക് ആ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കണ്ട. ഇന്നു മുതൽ ആ പരിപാടി നിർത്തി നമ്മൾ ബാച്ച് വൈസ് ബാച്ചായിട്ട് തുടങ്ങുള്ളൂ. അടുത്ത ബാച്ച് ഇനി വരുന്നത് ഇപ്പൊ തന്നെ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ബാച്ച് എല്ലാവരും ഇത്ര ആൾക്കാരുണ്ട് ഒരു ബാച്ച് തുടങ്ങും. ആ ബാച്ചിന് മുഴുവനായിട്ട് എടുക്കും. അങ്ങനെ ഇനി ബാച്ച് വൈസ് ആണ് പോകുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആകും. ജേർണി ടു ഹാപ്പിനെസ്സിനാ പേയ്മെന്റ് ഓഫർ ഇപ്പോഴും ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്. 5,999 അത്രേ ഉള്ളൂ. 10,000 ആണ് നോർമൽ ഫീസ്. ഇപ്പോഴുള്ള ഫീസ് ഇപ്പോൾ 5,999 ആണ്. അത് ഞാൻ അന്നേ വെച്ച ഓഫറാണ്, മാറ്റിയിട്ടില്ല. നിങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിൽ നടന്നിരിക്കും. ഓക്കെ, അപ്പൊ താങ്ക് യു. ഗുഡ് നൈറ്റ്. എല്ലാവരുടെയും പ്രാർത്ഥന വേണം നാളത്തെ ദുബായ് പ്രോഗ്രാമിന്. Okay, sir. താങ്ക് യു. താങ്ക് യു. Okay, sir. Thank you.